ഈ ഔസേ പിതാവിൻ്റെ ഭക്തിയുടെ പ്രത്യേകത നമുക്കറിയാം. മരിയ ഭക്തി തിരുസഭയിലെ 4-ാം നൂറ്റാണ്ടിലെ പീഡനങ്ങൾ കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ടുകൾ ആരംഭത്തിൽ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സഭയിലെ ഉണ്ടായതാണ്. തിരുസഭയിലെ പരിശുദ്ധ അമ്മയുടെ മരിയ ഭക്തി മുന്നോട്ട് പോയപ്പോൾ അതുപോലെ തന്നെ തിരുസഭയെ നയിച്ചു കൊണ്ടിരുന്ന മറ്റൊരു ഭക്തിയാണ് ജോസഫ് പിതാവിനോടുള്ള ഭക്തി. ഇത് തിരിച്ചറിഞ്ഞാൽ, ജോസഫ് പിതാവിനോടുള്ള ഭക്തി നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ജോസഫ് പിതാവിൽ വിളങ്ങിയ ആത്മീയ പുണ്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയും. ഒന്ന് പറയാമോ? ഹല്ലേലൂയ. 4-ാം നൂറ്റാണ്ടിലെ പരിശുദ്ധ അമ്മയുടെ ജപമാല അല്ലെങ്കിൽ മരിയ ഭക്തി ആരംഭിച്ച് 14-ാം നൂറ്റാണ്ടിലെ 13-ാം നൂറ്റാണ്ടിലെ ജപമാല ഭക്തിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജപമാലയും അതുപോലെ മരിയ ഭക്തിയും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജോസഫ് പിതാവിനോടുള്ള ഭക്തി നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപൂർണമാക്കും. അതായത് ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ് ജോസഫ് പിതാവിന് ഔസേ പിതാവിനോടുള്ള ഭക്തി ആരംഭിക്കുന്നത്. 1870 പാപ്പ പിയൂസ് പാപ്പ 9-ാം പിയൂസ് പാപ്പ തിരുസഭയുടെ കാവലാളായിട്ട് ജോസഫ് പിതാവിനെ അംഗീകരിച്ചു. അതുകൊണ്ട് ഈ ജോസഫ് പിതാവിൻ്റെ പുണ്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കണം, ഈ പുണ്യങ്ങൾ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ അനുഗ്രഹീത പുണ്യങ്ങൾ നമ്മൾ ജപമാല ചൊല്ലിയും മരിയ ഭക്തിയിലൂടെ സ്വീകരിക്കുന്നത് പോലെ ജോസഫ് പിതാവിൽ വിളങ്ങിയ പുണ്യങ്ങൾ എൻ്റെ ജീവിതങ്ങളിൽ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ചേർന്നെന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫ് പിതാവിൻ്റെ അനുഗ്രഹീതമായ പുണ്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഔസേ പിതാവിൻ്റെ പുണ്യങ്ങൾ പഠിക്കണമെങ്കിൽ പൂർവ്വ ജോസഫിനെ നമ്മൾ പഠിക്കണം. പൂർവ്വ ജോസഫ് ഉൽപ്പത്തി പുസ്തകത്തിലെ നമ്മൾ കാണുന്ന പൂർവ്വ ജോസഫിനെ കുറിച്ച് പഠിച്ചാലാണ് പൂർവ്വ ജോസഫിൽ വിളങ്ങിയ അനുഗ്രഹീത പുണ്യങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. അതെങ്ങനെയാണ് ഭാഗം? നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനം, ഉൽപ്പത്തി 39:9. അതിന്റെ അവസാനത്തെ പാട്ട് ഞാൻ വായിക്കാം. ഇങ്ങനെയാണ്: ഞാൻ എങ്ങനെ ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യും? ഞാൻ എങ്ങനെ ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യും? ഇത് എങ്ങനെയാണെങ്കിൽ ഈ കഥ എങ്ങനെയാണ്? പൊത്തീഫറിന്റെ ഭാര്യ ജഡീകമായ മോഹത്തോടെ എന്നോട് കൂടെ ശയിക്കാൻ ഒരു യുവാവായ ജോസഫിനെ നിർബന്ധിക്കുമ്പോൾ ഒരു പാപ സാഹചര്യങ്ങൾ ചേർന്ന് വിളിക്കുമ്പോൾ പൂർവ്വ ജോസഫ് പറയുന്ന വചനമാണ് ഉൽപ്പത്തിയുടെ 39:9 അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുകയാണ്: ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തോട് ഇത്ര നീചമായി പ്രവർത്തിച്ച് പാപം ചെയ്യും? ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ പ്രലോഭനത്തിൻ്റെ മുന്നിൽ ജോസഫ് പിതാവിൻ്റെ ഒരു പുണ്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒരു പ്രലോഭനം വരികയാണ്, സാമ്പത്തികമായ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രലോഭനം. ജഡീക ആസക്തിയിൽ ആരും കാണാതെ ഒരു ജഡീക പാപം ചെയ്യാൻ ഒരാൾ വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രലോഭനം. അധികാരമോഹം നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു വഴിയിലെ ഈ സ്ഥാനം കൈക്കലാക്കാൻ സാധ്യത കിട്ടുമ്പോൾ ഈ ഒരു പ്രലോഭനത്തിൻ്റെ മുന്നിൽ ഇവിടെ പൂർവ്വ ജോസഫ് പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ എങ്ങനെ ദൈവത്തോട് ഇത്ര നീചമായി പ്രവർത്തിക്കും? അതായത് പാപത്തിന്റെ സാഹചര്യങ്ങളുടെ മുന്നിലെ അവൻ ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയത്തിലേക്ക് കയറി വന്നു. എങ്ങനെയാണെന്നറിയോ? ആ പ്രതിസന്ധിയെ പൂർവ്വ ജോസഫ് വിജയിച്ചത് അവന്റെ ഉള്ളിലെ ദൈവത്തിന്റെ തിരുവചനമുണ്ടായിരുന്നു. ഉള്ളിൽ ദൈവത്തിന്റെ തിരുവചനമുണ്ടായപ്പോൾ ആ പാപ പ്രലോഭനത്തിന്റെ മധ്യത്തില് ഈ തിരുവചനം ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ബോധമനസ്സിലേക്ക് അവന്റെ ഹൃദയത്തിലേക്ക് വന്നു. ഉടനെ അവൻ പറഞ്ഞു, ഇത് ഞാൻ ഈ വ്യക്തിയുമായി ചെയ്യുന്ന പാപമല്ല, ഇത് ദൈവമായിട്ടാണ് ഞാൻ ഈ പാപം ചെയ്യുന്നത്. ഇത്ര നീചമായി ഞാൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പൂർവ്വ ജോസഫ്. ഒന്ന് ചേർന്ന് പറഞ്ഞു: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എങ്ങനെയാണ് ഒരു പാപത്തിന്റെ പ്രലോഭനം പൂർവ്വ ജോസഫ് ഒരു പാപം ചെയ്യാനുള്ള സാഹചര്യം വന്നപ്പോൾ, എനിക്കും നിങ്ങൾക്കും ഒരു പാപം ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ ഇതിനെ അതിജീവിക്കാൻ പൂർവ്വ പിതാവായ ജോസഫ് കണ്ടെത്തിയ, ജോസഫിൽ വിളങ്ങിയ പുണ്യം എങ്ങനെയായിരുന്നു? വചനത്തിന്റെ നിറവിലെ
വചനത്തിന്റെ നിറവിലെ അവൻ മനസ്സിലാക്കി, പാപം ഞാൻ ഈ സ്ത്രീയോട് ചെയ്താൽ അതിനേക്കാൾ വലുത് ദൈവത്തോടാണ് ഞാൻ പാപം ചെയ്ത് എന്നൊരു ബോധ്യം പൂർവ്വ ജോസഫിൽ വിളങ്ങി. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ജീവിതങ്ങളിൽ പാപം ചെയ്യാനൊരു സാഹചര്യം വന്നു എന്ന് വെക്കുക. പാപം ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ആ പാപത്തിന്റെ സുഖത്തിലെ പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ജഡീക സുഖം, പണം മേടിക്കാനുള്ള സുഖം, മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ അതൊരു സുഖം, അധികാരമോഹം കിട്ടുമ്പോൾ അതൊരു സുഖം. ഈ പാപത്തിന്റെ ജഡീക സുഖത്തിലെ പെടാനൊരു സാധ്യത. രണ്ടാമത്തെ സാധ്യത എങ്ങനെയോ, ഇതിനെ അതിജീവിക്കാനുള്ള ഒരു സാധ്യത. ഇതിനെ അതിജീവിക്കാനുള്ള സാധ്യത ഉണ്ടാകണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലെ ഹൃദയത്തിന്റെ അന്തരാത്മാവിലെ വചനം നിറയണം. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നിറഞ്ഞാൽ പാപ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വചനം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മോളിലേക്ക് മൊബൈലിൽ കുറെ സാധനങ്ങൾ പോപ്പപ്പ് ചെയ്യണ പോലെ ഒരു വചനം പോപ്പപ്പ് ചെയ്യും. വചനം പോപ്പപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇത് ദൈവം പറയുന്നത് എങ്ങനെയാണ്, ഇത് പാടില്ല മകളെ, ഇത് പാടില്ല മകനെ എന്ന് വചനം ഉള്ളിൽ നിന്ന് വരണം. പകരം നമ്മൾ വിചാരിക്കും, എനിക്ക് നല്ല കഴിവുണ്ട്, എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് നല്ല ഡിഗ്രി ഉണ്ട്, ഞാൻ ഈ പാപ പ്രലോഭനത്തെ ചെറുത്ത് തോൽപ്പിക്കും എന്ന് പറഞ്ഞാൽ പത്രോസ്ലീഹ പറഞ്ഞ പോലെയോ. പത്രോസ്ലീഹ പറഞ്ഞു, ഞാൻ ഒരിക്കലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല കർത്താവേ എന്ന് പത്രോസ്ലീഹ പറഞ്ഞു. എന്താണ്? കഴിവിൽ ആശ്രയിച്ചിട്ടാണ്, സ്വന്തം കഴിവിൽ ഞാൻ നല്ല കായബലമുള്ളവനാണ്, ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അവന്റെ കഴിവിൽ ആശ്രയിച്ചിട്ട് പത്രോസ്ലീഹ പറഞ്ഞു, ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. അതിനു മുന്നേ ഈശോ പറഞ്ഞു, 1 മണിക്കൂർ നീ ഒന്ന് പ്രാർത്ഥിക്കടാ പത്രോസേ. 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനം നിറഞ്ഞ് ആ പ്രലോഭനത്തെ തോൽപ്പിക്കാൻ അവന് പറ്റിയനെ. അവൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചില്ല, അവൻ ഉറങ്ങി. പകരം അവന്റെ സ്വന്തം കഴിവിലെ ആശ്രയിച്ചു. ആത്മാഭിമാനത്തിലെ, ആത്മശക്തിയിലെ, അവന്റെ ഡിഗ്രിയിലെ, അല്ലെങ്കിൽ അവന്റെ വിദ്യാഭ്യാസത്തിലെ, അവന്റെ ജീവിത അനുഭവത്തിലെ, അവന്റെ കായബലത്തിലെ ആശ്രയിച്ചിട്ട് പറഞ്ഞു, ഞാൻ തള്ളില്ല നിന്നെ എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ്? പാപ പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, നമുക്ക് ഈ പ്രലോഭനത്തെ, എനിക്ക് നല്ല കഴിവുള്ള ആളാണ്, ഇതൊക്കെ മുൻകൂട്ടി ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്, പ്രലോഭനത്തെ തോൽപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കുമ്പോൾ കർത്താവ് പറയാണ്, പറ്റില്ല മകളെ, നീ പെട്ടുപോകും, നീ അതിൽ പെട്ടുപോകും. ഒരു സ്ത്രീ വന്ന് നിന്നെ പാപ സാഹചര്യത്തിലേക്ക് വിളിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ വചനം, വിശുദ്ധമായ വചനം നിന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നീ പെട്ടുപോകും. സാമ്പത്തിക അതിക്രമങ്ങൾ ചെയ്യാൻ ഓഫീസിലും വീട്ടിലും സാധ്യതകൾ ഉള്ളപ്പോ ആരും കാണില്ല എന്ന് പറഞ്ഞപ്പോ ഈ പൈസ എടുക്കാൻ നിനക്കൊരു പ്രലോഭനം വരുമ്പോ നിന്റെ ഉള്ളിലെ വചനമില്ലെങ്കിൽ നീ അതിൽ പെട്ടുപോകും. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഇവിടെ ജോസഫ് പിതാവ്, ഈ പൂർവ്വ പിതാവായ ജോസഫിന് രക്ഷപ്പെടാനുള്ള കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, സീനായ് മലയിലെ ദൈവം കൊടുത്ത പ്രവചനങ്ങളൊക്കെ, ദൈവം കൊടുത്ത കൽപ്പനകളൊക്കെ, കല്ലിൽ എഴുതിയ കൽപ്പനകൾ ഹൃദയത്തിൽ എഴുതിയിരുന്നു പൂർവ്വ പിതാവായ ജോസഫ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഫലകത്തില് അത് ഉണ്ടായിരുന്നു. നമുക്കറിയാം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119:9 നമ്മളിങ്ങനെ പഠിക്കും, യുവാവ് തന്റെ മാർഗം എങ്ങനെയാണ് നിർമ്മലമായി സൂക്ഷിക്കുന്നത്, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമക്കളെ, എങ്ങനെയാണ് പൂർവ്വ പിതാവായ ജോസഫ്, അല്ലെങ്കിൽ ഔസേപ്പ് പിതാവ് വിളങ്ങിയ ആദ്യ പുണ്യം? അവൻ വചനം നിറഞ്ഞവനായിരുന്നു, വചനത്തിന്റെ കാവലാളായിരുന്നു, വചനത്തെ കാത്തുപരിപാലിച്ചവനായിരുന്നു, വചനത്തെ സൂക്ഷിച്ചവനായിരുന്നു, വചനത്തെ സംരക്ഷിച്ചവനായിരുന്നു, അതിനേക്കാളേറെ വചനം നിറഞ്ഞവനായിരുന്നു. ചേർന്നൊന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർവ്വപിതാവായ ജോസഫിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ വചനം എൻ്റെ ജീവിതത്തിലെ രൂപാന്തരപ്പെടുത്തിയ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാം. ഈ വചനവേദിയിൽ ഞാൻ ആദ്യമായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാവും കാണുന്നുണ്ടാവുക. വചനം എങ്ങനെയാണ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുക എന്ന് വെച്ചാൽ, അത് എൻ്റെ ജീവിത അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ, ഒരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ പിറന്നു എന്ന് വെച്ചാലും, യുവാവാകുന്നത് വരെ, വിവാഹപ്രായമാകുന്നത് വരെയൊക്കെ ഞാൻ ഈശോയെ കണ്ടത് എല്ലാ ദൈവങ്ങളുടെ പോലെ ഒരു ദൈവമായിട്ടാണ്. ഒരു സെക്യുലർ വീക്ഷണിലൂടെ, ഒരു സെക്യുലർ കാഴ്ചയിലൂടെ എല്ലാം കാണുന്നു, എല്ലാ ദൈവങ്ങളുണ്ട്, അതുപോലെ ഒരു ദൈവമായിട്ട് ഞാൻ കണ്ടിരുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്.
അങ്ങനെ വിവാഹ ജീവിതത്തിന്റെ മുന്നോട്ട് പോയപ്പോൾ ആദ്യത്തെ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ഒരു 6 മാസം 7 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു അസുഖം വന്നു. എൻ്റെ ടെസ്റ്റിസ് അഥവാ വൃഷണം ഇങ്ങനെ വലുതായി ഹൈഡ്രോസിൽ എന്നൊരു അസുഖം വന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യ 6-7 മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഈ അസുഖം വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഇത് സർജറി ചെയ്തേ പറ്റൂ, ഇത് ഓപ്പറേഷൻ ചെയ്ത് തന്നെ മാറ്റണം. തന്നെയല്ല, പാൻറ് ഇട്ടിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത പോലെ വൃഷണം വലുതായി. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി ഏകദേശം ഒരു കുഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല, ഈ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിച്ചാൽ കുഞ്ഞുണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവേ? ഒരു ബുദ്ധിമുട്ടില്ല, ഇതൊക്കെ നിസ്സാരമായ മൈനർ ഓപ്പറേഷൻ അല്ലേ എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞു, വിശ്രമങ്ങൾ കഴിഞ്ഞു. ഞാൻ ജോലിയും സാഹചര്യങ്ങളും മുന്നോട്ട് പോയിട്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണില്ല. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മാസങ്ങളേറെ, ഏകദേശം 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു പ്രശ്നം വന്നു. രണ്ടാമത്തെ ടെസ്റ്റിസിന് ഇതേ അസുഖം അത് വന്നു വലുതായി, ഹൈഡ്രോസിൽ വന്ന് വലുതായി, പാൻറ് ഇട്ട് മൂവ് ചെയ്യാൻ പറ്റാണ്ടായി. വീണ്ടും അതേ ഡോക്ടറെ അടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ ടെസ്റ്റിസ് ഓപ്പറേഷൻ കൗണ്ടർ പ്രൊഡക്റ്റീവായി, അഥവാ സെമൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി പോയി. രണ്ടാമത്തതിനും ഇതേ പ്രശ്നമുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ആദ്യത്തെ കൗണ്ടർ പ്രൊഡക്റ്റീവായി, രണ്ടാമത്തെ ഇത് വന്ന ഏകദേശം എൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, രണ്ടാമത്തേന് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. എൻ്റെ മുന്നിൽ ഒരു വാതിൽ അങ്ങോട്ട് അടഞ്ഞു. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലെ, ആദ്യ വർഷങ്ങളിലെ എനിക്ക് മനസ്സിലായി, ഇനിയുള്ള കാലഘട്ടം വൈദ്യശാസ്ത്രം പറയാണ്, നിനക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഒന്ന് ഓർത്തു. അപ്പം ഞാൻ ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചുവേ, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടത് ഒരു സെക്യുലർ വ്യൂവിലാണ്. എല്ലാ ദൈവങ്ങളും എല്ലാ ആരാധനാലയങ്ങളെ പോലെ ഒരു ആരാധനാലയമാണ് ഈ ഈശോ, ഈ ദേവാലയം എന്നൊക്കെ വിചാരിച്ച അന്ന് ഞാൻ രാത്രിയിൽ വന്ന് എൻ്റെ വീട്ടിലെ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ ജീവിക്കാനാണ് വൈദ്യശാസ്ത്രം എന്നോട് പറഞ്ഞിരിക്കണേ. ഇതുവരെ ഞാൻ നിന്നെ നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല. അനേക പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ യേശുവിനെ നാഥനും രക്ഷിതാവുമായി സ്വീകരിക്കണം. ആകാശത്തിന് കീഴെ ഭൂമിക്ക് താഴെ വേറെ ഒറ്റൊന്നും രക്ഷയുടെ നാമമില്ല. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അറിവിന്റെ തലത്തിലാണ് എന്നെ കേൾക്കുന്ന വ്യക്തികളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അറിവിന്റെ തലത്തിൽ വചനം സ്വീകരിക്കുമ്പോൾ അങ്ങനെ ഞാൻ സ്വീകരിച്ചത്, എനിക്ക് അന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കർത്താവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഞാൻ കർത്താവിനോടൊരു വെല്ലുവിളി നടത്തി. ഇങ്ങനെയാണ്, എനിക്കൊരു വൈദ്യശാസ്ത്രം കുഞ്ഞില്ല, സാധ്യതയില്ല എന്ന് പറയുമ്പോൾ നീ എനിക്ക് തരോ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി വരാം. ചേർന്ന് പറഞ്ഞ ഞാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറയാൻ പാടുമെന്നറിയില്ല, എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ പറഞ്ഞതാണ്. കർത്താവേ, ഈ ജീവിതം നിനക്ക് വേണ്ടി തരാം. അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു ആശ്വാസമില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഇടവക ദേവാലയത്തിലെ ഒരു കൗൺസിലിംഗ് എനിക്ക് കിട്ടി. ആ കൗൺസിലിംഗിൽ ഒരു ചേച്ചി പറഞ്ഞു, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, ഈശോ പറയുന്നു നീ വചനം വ്യാപാരം ചെയ്യണം. അപ്പം ഞാൻ വെച്ചു, വചനം വ്യാപാരം ചെയ്യേ? ഞാൻ അന്ന് ബാങ്കിലൊരു ക്ലർക്കാണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ ബാങ്കിൽ ഞാൻ ഒരു ക്ലർക്കാണ്. എനിക്കറിയാം ക്ലർക്കിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഓഫീസർ തലത്തിൽ എന്താണ് വ്യാപാരം എന്ന്. SB പിടിക്കണം, CD പിടിക്കണം, ഡെപ്പോസിറ്റ് പിടിക്കണം, ഇൻഷുറൻസ് പിടിക്കണം, കാസ പിടിക്കണം, അതൊക്കെയാണ് ഞങ്ങളുടെ ബിസിനസ്. ഈ വചനം ബിസിനസ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, നീ വചനം വ്യാപാരം ചെയ്യണം, വചനം വ്യാപാരം ചെയ്താൽ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ ആലോചിച്ചു, എങ്ങനെയാ കർത്താവ് വചനം വ്യാപാരം ചെയ്യുക? അപ്പൊ ഞാൻ ആലോചിച്ചു, അപ്പോഴാണ് ഒരു പ്രതിസന്ധി. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നില്ല, മനസ്സിലാവില്ല. ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് കടുത്ത വിൽക്കനായിരുന്നു ഞാൻ. അതായത് ഒരു വാക്ക് പറയുമ്പോൾ 2 പ്രാവശ്യം വിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ, വചനം വ്യാപാരം ചെയ്യാന്ന് വെച്ചാൽ വചനം പ്രസംഗിക്കലല്ലേ? ഈ വിക്കനായ എനിക്ക് എങ്ങനെ വചനം പ്രസംഗിക്കാൻ പറ്റും? നടക്കണ കാര്യമല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാലും ഇത് വിട്ടുകളയാൻ പാടില്ല, എനിക്ക് കുഞ്ഞുണ്ടാവണം, കർത്താവിനെ സ്നേഹിക്കണം, വചനം വ്യാപാരം ചെയ്യണം എന്ന് പറഞ്ഞതല്ലേ, ഒന്ന് ചേർന്ന് ചെയ്തു നോക്കാം എന്ന് വെച്ച് ഞാൻ എൻ്റെ ബാങ്കിൽ പോണ ബാഗിലെ ഒരു ബൈബിള്, പുതിയ നിയമം, അല്ലെങ്കിൽ ഈശോയുടെ ഒരു പടം, അല്ലെങ്കിൽ ഈശോയുടെ ഒരു പ്രാർത്ഥനാ പുസ്തകം, അല്ലെങ്കിൽ വചനോത്സവത്തിന്റെ ചില കോപ്പികൾ വാങ്ങി എൻ്റെ ബാഗിൽ വെച്ചു.
വചന വ്യാപാരം ചെയ്യലാണ് കേട്ടാ. പറയാനൊന്നും അറിയില്ല, പറയുമ്പോൾ വിൽക്കുള്ളൂ. ജോലിയിൽ പോലും ബുദ്ധിമുട്ടാണ്. ജോലിയിൽ പോലും പലപ്പോഴും പലരും സഹായിച്ചിട്ടാണ് മുന്നോട്ട് പോണേ. അതിൻ്റെ ഇടയിൽ വചനം വ്യാപാരം ചെയ്യാനൊന്നും അറിയില്ല. അറിയുന്നത് എങ്ങനെയാണ്? വചനം കൊടുക്കാൻ അറിയും, ഒരു ട്രാക്ട് കൊടുക്കാൻ അറിയും, ഒരു പുസ്തകം കൊടുക്കാൻ അറിയും, ഒരു ബൈബിൾ കൊടുക്കാൻ അറിയും. അങ്ങനെ ദശാംശത്തിന്റെ പൈസ ഉപയോഗിച്ച് എൻ്റെ ബാഗിലെ വചനോത്സവങ്ങളും ചെറിയ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കോപ്പികളൊക്കെ ഞാൻ വെച്ചു. ബസ്സിലിരിക്കുമ്പോഴും ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ ഓരോ ചില വ്യക്തികളെ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ആ വ്യക്തിയോട് പറയും, ഈശോ നിന്നെ സ്നേഹിക്കണു എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകം അങ്ങോട്ട് കൊടുക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോ ചില ആൾക്കാർ സ്വീകരിക്കും, ചില ആൾക്കാർ രൂക്ഷമായിട്ട് നോക്കും. എങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല, വചനം വ്യാപാരം ചെയ്യണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചന വ്യാപാരം മുന്നോട്ട് പോയപ്പോ ഞാൻ പ്രാർത്ഥനയിൽ വളർന്നു. എനിക്ക് കർത്താവിനോട് പറഞ്ഞേ, വചനം നീ വ്യാപാരം ചെയ്താൽ മാത്രം പോരാ, നീ കൊടുക്കണ വചനം നീ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ, ഞാൻ കൊടുക്കണ വചനം ഞാൻ പഠിച്ചിരിക്കും. അപ്പൊ അതുമുതലേ ഞാൻ അങ്ങനെ വചനം അങ്ങനെ ആവർത്തിച്ച് പഠിച്ചൊടുങ്ങി. വചനം പഠിച്ചു മുന്നേറിയപ്പോ ഒരു രാത്രിയിൽ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് കുഞ്ഞുങ്ങളില്ല എന്ന്. വൈദ്യശാസ്ത്രം, ദൈവത്തിന്റെ വചനം ഞാൻ ഇങ്ങനെ വായിച്ചു. അനേക കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ കഥ വായിച്ച് അവിടെ കരങ്ങൾ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ജീവിക്കുന്ന വചനം എൻ്റെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞേ, പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു തോന്നലുണ്ട്, നമുക്ക് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു കുഞ്ഞിനെ തരും കർത്താവ്. വൈദ്യശാസ്ത്രം കൈവിട്ട എൻ്റെ പ്രാർത്ഥന കർത്താവ് എന്നെ കൈവിട്ടില്ല. വചനം സ്വീകരിച്ച് വചനം വ്യാപാരം ചെയ്ത് വചനം ഉള്ളിലേക്ക് നിറഞ്ഞപ്പോൾ കർത്താവ് കൈവിട്ടില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇങ്ങനെ ചോദിച്ചു, കർത്താവെ, ബൈബിൾ വായിച്ചപ്പോൾ ഒരുപാട് പേര് അടയാളങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു അടയാളം തരുമോ എന്നൊരു ചോദ്യം. അടയാളം ചോദിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് കടന്നുപോയി. അടയാളമൊന്നും കിട്ടിയൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാങ്കില്, ഞാൻ അന്ന് ഈറോഡ് ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാണ്. ഈറോഡ് ബ്രാഞ്ചിൽ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മറ്റത്താണ് വീട്. അദ്ദേഹം പറഞ്ഞു, അബി, ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ കാറിലെ ഈറോഡ് നിന്ന് തൃശ്ശൂർ മറ്റത്തേക്ക് വരികയാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ടാ, ചെറുതാണ്. അവരെയും കൊണ്ട് ഈ കാറിൽ പോയിട്ട് അന്ന് തന്നെ രാത്രിയിൽ വരൽ എളുപ്പമല്ല. ഈ കുഞ്ഞിനൊന്ന് നീ നോക്കുമോ എന്ന് പറഞ്ഞു. എന്താ വിഷമം? ഒരു വിഷമവും ഇല്ല, കുഞ്ഞുങ്ങളില്ലാതിരിക്കും ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ നോക്കാം, എന്താ വിഷമം? ഞായറാഴ്ച ഈ സാറ് ഈ 2 കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കി. ഞങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് കളിച്ചു, മിഠായി കൊടുത്തു, ചോറ് കൊടുത്തു. പിന്നെ അങ്ങനെ പല രീതിയിലെ കളികൾ മുന്നോട്ട് പോയപ്പോൾ കളിച്ചിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ മനസ്സിലൊരു മിന്നൽ പോലെ പറഞ്ഞു, നീ ചോദിച്ചില്ലേ ഒരു അടയാളം? നീ ചോദിച്ച ഒരു കുഞ്ഞ് ഞാൻ നിനക്ക് 2 കുഞ്ഞ് അനുഗ്രഹിക്കും. ഇതാണ് അടയാളം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കഥ നീട്ടി പറയാൻ സമയമില്ല, ബാക്കി പിന്നെ പറയാം. ഇങ്ങനെയാണ് കർത്താവ് അനുഗ്രഹിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഭാര്യ ഗർഭിണിയായി. കർത്താവിന്റെ വാഗ്ദാന പ്രകാരം വചനം വ്യാപാരം ചെയ്തു, വചനം ഉള്ളിലേക്കെടുത്തു, വചനം ജീവിതത്തിൽ സ്വീകരിച്ചു. 2 മക്കളെ, ആൺമക്കളെ നൽകി. കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിച്ചു. ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. എന്താണ് പറഞ്ഞു വന്നറിയോ? ഔസേപ്പിതാവിലെ ഈ പാപ സാഹചര്യങ്ങൾ മുന്നിൽ വന്നപ്പോ ഒരു സ്ത്രീ വന്ന് വിളിച്ചു. ആരും കാണില്ല, ഗ്രഹനാഥൻ വീട്ടിലില്ല, വായോ നമുക്ക് പാപം ചെയ്യാം. പാപത്തിന്റെ സുഖത്തെ ഉപേക്ഷിച്ച് ഈ പാപത്തിന് പകരം ഞാൻ ദൈവത്തോടാണ് പാപം ചെയ്യുന്നേ എന്ന് പൂർവ ജോസഫ് വിചാരിച്ചു. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്നറിയോ? ഈ പുണ്യം നമുക്ക് കരസ്ഥമാക്കണം. ജോസഫ് പിതാവിനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഏത് പാപ സാഹചര്യങ്ങളുടെ മുന്നിലും, മാരകപാപമാകട്ടെ, ചെറുപാപമാകട്ടെ, ലഘുപാപമാകട്ടെ, ഏത് പാപത്തിന്റെ മുന്നിലും ഞാൻ പാപം ചെയ്യുമ്പോൾ, നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ഈശോയോടാണ് പാപം ചെയ്യുന്നേ എന്നൊരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ കൃപ, ഈ ജോസഫ് പിതാവിന്റെ ഭക്തിയിലൂടെ ഈ കൃപ നമുക്ക് വാങ്ങിച്ചെടുക്കാം. 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ എനിക്ക് ഈ പുണ്യം നൽകണേന്ന് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഈ ജോസഫ് പിതാവിൽ വിളങ്ങിയ ഔസേപ്പ് പിതാവിൽ വിളങ്ങിയ മറ്റൊരു പുണ്യത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അതിങ്ങനെയാണ്.
അതിങ്ങനെയാണ്. അതിമനോഹരമായ പുണ്യം. ഈ ഔസപിതാവ് വചനത്തിന്റെ കാവൽക്കാരനായിരുന്നു. നമ്മൾ പറഞ്ഞ 1870 9 പിയൂസ് മാർപ്പാപ്പ തിരുസഭയുടെ കാവൽക്കാരനായിട്ട് ദ പ്രൊട്ടക്ടർ ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച് 1870 ജോസഫ് പിതാവിനെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചു. ജോസഫ് പിതാവ് നമ്മുടെ തിരുകുടുംബത്തിന്റെ കാവൽക്കാരനാണ്, തിരുസഭയുടെ കാവൽക്കാരനാണ്, വചനത്തിന്റെ കാവൽക്കാരനാണ്. ജോസഫ് പിതാവിന്റെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് ജോസഫ് പിതാവിലെ ഈ വചനം വിളങ്ങിയെ, വചനം സ്വീകരിച്ചെന്ന് നമുക്ക് പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇങ്ങനെയാണ് മത്തായിയുടെ 1:20 ഇങ്ങനെയാണ്, അവൻ ദാവീദിന്റെ പുത്രനായ ജോസഫെ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. എന്താണ് പറഞ്ഞു പറഞ്ഞത് അറിയോ? വചനത്തിന് കാവലായ ഔസപിതാവ്, വചനത്തിന് സംരക്ഷകനായ ഔസപിതാവ്, വചനത്തിന് കൂട്ടുനിന്ന ഔസപിതാവ്. ഈ ഔസപിതാവിന്റെ പുണ്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മത്തായി സുവിശേഷം 1:20 ഈ ദൂതൻ വന്ന് ജോസഫ് പിതാവിനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, ദാവീദിന്റെ പുത്രനായ ജോസഫേ. വിളി അങ്ങനെയാണ്. നമ്മൾ ഈ ദാവീദിന്റെ പുത്രൻ എന്ന് ആരെയാ വിളിച്ചേക്കണേ? ബൈബിളിലെ ഈശോയെ വിളിച്ചേക്കണേ. ദാവീദിന്റെ പുത്ര കരുണ തോന്നണമേ. നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദാവീദിന്റെ പുത്ര, ദാവീദിന്റെ പുത്രനായ ഈശോ എന്ന് സുവിശേഷകര് വിളിച്ചപ്പോ ഇവിടെ ദൂതൻ വന്നിട്ട് ഈ ജോസഫ് പിതാവിനെ വിളിച്ചു, ദാവീദിന്റെ പുത്രനായ ജോസഫേ. ഒറ്റ വിളിയാണ്, ദാവീദിന്റെ പുത്രനായ ജോസഫേ. എന്നിട്ട് പറഞ്ഞു, മറിയയെ നീ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഈ 1:20 മത്തായി പറയുമ്പോൾ 1:21 ഇങ്ങനെ പഠിക്കുകയാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ജോസഫ് പിതാവിനോട് പറയാണ്, അവൾ അതായത് പരിശുദ്ധ കന്യക മറിയം ഒരു പുത്രനെ പ്രസവിക്കും, നീ അതായത് ജോസഫ്, നീ ജോസഫ് അവന് യേശു എന്ന് പേരിടണം. എന്താ അറിയോ? യേശുവിനെ പരിശുദ്ധ കന്യക മറിയം കഴിഞ്ഞ് കരങ്ങളിലെടുത്ത ആദ്യത്തെ പുരുഷൻ, ആദ്യത്തെ വ്യക്തി ഈ ഔസേപ്പ് പിതാവായിരുന്നു. യേശുവിനെ കരങ്ങളിലെടുക്കാൻ, വചനം മാംസം ധരിച്ച് വചനമായി പിറന്നവനെ കരങ്ങളിലെടുത്ത് അവന്റെ പേരിടാൻ സ്വർഗം വിളിച്ച വ്യക്തിയാണ് ഔസേപ്പ് പിതാവ്. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷം 2:13 ഇങ്ങനെ പറയും, ദൂതൻ ഈ യേശു വചനമായ ഈശോയെ സംരക്ഷിക്കുന്ന രീതിയാണ്. ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. നെക്സ്റ്റ് വചനത്തിൽ ഇങ്ങനെയാണ്, അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. അതായത് ദൂതൻ ഇവിടെ എന്താ ഞാൻ പറഞ്ഞു വരണതെന്ന് വെച്ചാൽ ഓർക്കണം, എങ്ങനെയാണ് ഒരു വചനം സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരണത്. എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളൊരു സ്വപ്നം കണ്ടു, അറിയില്ല അത് ബോധമനസ്സിന്നാണോ ഇനി ഉപബോധ മനസ്സിന്നാണോ അതോ എൻ്റെ സ്വപ്നത്തിൽ നിന്നാണോ, ഞാൻ ഇന്നലെ കുറെ കാര്യങ്ങളിൽ നിന്ന് പൊങ്ങി വന്നതാണോ, അതൊരു ഹാലൂസിനേഷൻ ആണോ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജോസഫ് പിതാവിന് ദൂതൻ വന്ന് പറഞ്ഞ വഴിക്ക് അടുത്ത നിമിഷത്തിൽ അവ ആക്ട് ചെയ്തു. ആ കാരണമാണ് ഞാൻ പറഞ്ഞു വരണേ, വചനം ഹൃദയത്തിലെ ആലേഖനം ചെയ്ത് അടക്കി വെച്ച് വചനം ഹൃദയത്തിന്റെ നിറവിലാണ് ഈ ദർശനം. ഉടനെ കണക്ട് ചെയ്തു, ഉള്ളിലുള്ള ദൈവത്തിന്റെ വചനം കണക്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിച്ചു, നമുക്കൊരു സന്ദേശം കിട്ടി, അത് ശരിയാണോ ആവോ അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ധ്യാന മന്ദിരത്തിൽ പോയിട്ട് കൗൺസിലറോട് ചോദിക്കാം, അച്ഛനോട് ചോദിക്കാം എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ കാര്യം? വചനത്തിന്റെ നിറവില്ല. ചേർന്ന് പറഞ്ഞേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ പറയാം, ഇങ്ങനെയാണ്, അവൻ ഉണർന്ന്, മത്തായി സുവിശേഷം 2:14 അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. എങ്ങനെയാണ്? ആ രാത്രിയിലെ അപ്പോൾ സന്ദേശം കിട്ടി, ദർശനം കിട്ടി, അടുത്ത നിമിഷം പരിശുദ്ധ അമ്മയെ വിളിച്ചു, ഏറ്റവും
ഹെരോദാസ് ആ കുഞ്ഞിനൊക്കെ കൊല്ലാൻ നോക്കുകയാണ്, വേഗം ഏറ്റോ എന്ന് പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ വേറെ ഒന്നും ആലോചിക്കാണ്ട്, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ രാവിലെ ഒന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ പിടിക്കട്ടെ, അല്ലെങ്കിൽ ചിന്തയാവോ, അല്ലെങ്കിൽ നമുക്ക് ഈ കിട്ടിയ ദർശനം കറക്റ്റാണോ, ഒന്നും നോക്കില്ല. എന്താണ്? വചനത്തിന്റെ നിറവുള്ളത് കൊണ്ട് സന്ദേശം കിട്ടിയ വഴിക്ക് അത് ഉടനെ കണക്ട് ചെയ്തു. ആ കണക്ട് ചെയ്ത വഴിക്ക് അവനെടുത്ത് അവൻ ആക്ട് ചെയ്യാൻ പറ്റി. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് മത്തായിയുടെ സുവിശേഷം 2:20 ഹെരോദാസിന്റെ മരണശേഷം ഈജിപ്തിൽ നിന്ന് മടങ്ങി വരാൻ ദൂതൻ പറയാണ്, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈ ഇസ്രായേൽ ദേശത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു. ഉടനെ അത് അവൻ ചെയ്തു. എന്താ കാര്യം? കൃത്യമാണ് അതിൻ്റെ കാര്യം. വചനത്തിൻ്റെ നിറവിലെ അതിന് കൃത്യമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 2:22-23 മകൻ അർക്കലാവോസ് ആണ് പിതാവായ ഹെരോദാസിന്റെ സ്ഥാനത്ത് യൂദ ഭരിക്കുന്നത് എന്നവൻ കണ്ടെത്തിയപ്പോൾ അവൻ അവിടേക്ക് പോകാൻ ഭയപ്പെട്ട ഉടനെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, അവന് ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീല പ്രദേശത്തേക്ക് പോയി. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പറഞ്ഞു വന്നത്? നമുക്കൊരു സന്ദേശം കിട്ടുമ്പോൾ, നമുക്കൊരു വചനം കിട്ടുമ്പോൾ അത് ജീവിതത്തിന്റെ ദൈവത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഉള്ളിൽ വചനം ഉണ്ടാവണം. ഉള്ളിൽ വചനം ഇല്ലെങ്കിൽ അത് ബോധ മനസ്സിൽ നിന്നാണോ, ഉപബോധ മനസ്സിൽ നിന്നാണോ, ഹാലൂസിനേഷൻ ആണോ, എൻ്റെ സ്വപ്നചിന്തയാണോ, ഇന്നലെ കണ്ട സിനിമയോ സീരിയലിന്റെ കണക്ഷൻ ആണോ എന്നൊക്കെ ചിന്തിക്കേണ്ട. നീ വചനത്തിൽ നിറഞ്ഞ ഔസേപ്പ് പിതാവ് വചനത്തിൽ നിറഞ്ഞതുപോലെ നീ വചനത്തിൽ നിറഞ്ഞ വചനത്തിന്റെ കാവലാളായിട്ട് ദൈവം നിന്നെ കാത്തുപരിപാലിക്കും. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇങ്ങനെയാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ വചനം എൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തിയ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അതെങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സംസാരിക്കുമ്പോൾ ഒരുപാട് വിക്കലുള്ള വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ കടുത്ത വിക്കലിന്റെ മധ്യത്തിൽ ഞാൻ പലപ്പോഴും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇതൊന്ന് മാറ്റി തരുമോ? കാരണം ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ പോലും ഈ ഒരു വാചകം പറഞ്ഞാൽ 2-3 പ്രാവശ്യം വിൽക്കും. തൊട്ടരിക്കണ ഓഫീസറോ അല്ലെങ്കിൽ ക്ലർക്കോ ഒക്കെ സഹായിച്ചിട്ട് വേണം ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ. ടെൻഷൻ വന്നാൽ പിന്നെ പറയും വേണ്ട, വാക്കൊന്നും പുറത്തേക്കും വരില്ല. അങ്ങനെയുള്ളൊരു മധ്യത്തിലെ വചനം വായിച്ചു വചനം വ്യാപാരം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ കർത്താവ് എനിക്കൊരു സമർപ്പണം കർത്താവിൻ്റെ നിന്ന് ആഗ്രഹിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ ഈ വചനം ഞാൻ വ്യാപാരം ചെയ്യാം, വചനം ഞാൻ പ്രസംഗിക്കാൻ വരാം, നീ ഇതൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചു. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ധ്യാന മന്ദിരത്തിന്റെ വചനം കേട്ട് ഞാൻ വീട്ടിലെത്തി. എൻ്റെ വീടിന്റെ അൾത്താരയിൽ ഞാൻ കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവെ എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ സ്നേഹിതർക്കും എന്നോട് ചേർന്നവർക്കും ഒക്കെ നന്നായിട്ട് അറിയാം, കടുത്ത സ്റ്റാമറാണ് ഞാൻ, വിക്കനാണ് ഞാൻ. എനിക്കൊന്നും വചനം പറയാനുള്ള കഴിവില്ല, പറ്റില്ല. ലോകം അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ അവഗണിച്ചവനാണ്, എഴുതി തള്ളിയവനാണ് ഞാൻ കർത്താവെ നിന്റെ വചനം പറയാൻ വരാം, ഈ ശബ്ദം ഞാൻ നിനക്ക് തരാൻ കർത്താവെ എന്ന് പറഞ്ഞു. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറയണട്ടാ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുന്നിലെ കർത്താവിനോടൊരു സമർപ്പണം കൊടുക്കണം. പരിശുദ്ധ അമ്മ കൊടുത്തതുപോലെ, ഹന്ന കൊടുത്തതുപോലെ ഒരു സമർപ്പണം കൊടുക്കണം. എനിക്ക് വചനം വായിച്ച് അങ്ങനെ ഒരു ബോധ്യം വന്നു, കർത്താവെ ഞാൻ ഈ ശബ്ദം നിനക്ക് തരാം, നീ എന്നെ സുഖപ്പെടുത്തൂ. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, എനിക്ക് കാര്യമായിട്ട് സൗഖ്യമൊന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വചനം ഞാൻ വ്യാപാരം ചെയ്തു. വചനം ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു 10 വചനോത്സവം ഉണ്ടാവും. ഒന്നുകിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഹിന്ദി, അല്ലെങ്കിൽ മലയാളം. ആരോടെങ്കിലും KSRTC ബസ്സിലും ട്രെയിനിൽ പോകുമ്പോഴും ബാങ്കിലിരിക്കുമ്പോഴും കർത്താവ് തോന്നിക്കുന്ന വ്യക്തികൾ, എല്ലാവർക്കും കൊടുത്തിട്ട് കാര്യമില്ല, കർത്താവ് തോന്നിക്കുന്ന വ്യക്തിക്കോട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒന്നും പറയില്ല, ദേ ഒരു വചനമുണ്ട് എന്ന് പറഞ്ഞ് ഇത് കൊടുക്കും. അങ്ങനെ മുന്നേറിയപ്പോൾ ഒരു അത്ഭുതകരമായ ഒരു കൃപയുണ്ട്. ഒന്ന്, സംസാരത്തിന്റെ ബുദ്ധിമുട്ട് പതുക്കെ കുറഞ്ഞു വന്നു. ആന്തരിക സൗഖ്യം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ആത്മീയ ഭാഷയിൽ ആന്തരിക സൗഖ്യം കിട്ടി. പതുക്കെ കുറഞ്ഞു വന്നു. പതുക്കെ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ പല വചനവേദികളിലൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയി തുടങ്ങി. പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രാർത്ഥിക്കുമ്പോൾ വിൽക്കും,
പക്ഷേ എന്നെ ഒരു 10 മിനിറ്റ് വചനം പറയാൻ, റിഫ്ലക്ഷൻ പറയാൻ വിളിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വായിച്ച വചനം എനിക്ക് കമൻ്ററി ആയിട്ടും റിഫ്ലക്ഷനായിട്ടും പറയാൻ പറ്റുന്നുണ്ട്. അപ്പം വിൽക്കണില്ല എന്ന് മനസ്സിലായി. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് മക്കളെ. സമർപ്പണത്തിന്റെ മുന്നിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമർപ്പണം കൊടുത്ത പരിശുദ്ധ അമ്മ സ്വയം സമർപ്പിച്ചു. ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി സമർപ്പിച്ചു. അപ്പോസ്തലന്മാര് ജീവിതം സമർപ്പിച്ചു. രക്തസാക്ഷികൾ രക്തം കൊടുത്ത് സമർപ്പിച്ചു. തിരുസഭയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ദൈവം നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ഇത് വേണം കർത്താവേ, അത് വേണം കർത്താവേ, കുഞ്ഞിനെ വേണം കർത്താവേ, മക്കളെ വേണം കർത്താവേ, പൈസ വേണം കർത്താവേ, ജോലി വേണം കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയുന്നത് നിന്റെ കയ്യിൽ എന്തുണ്ട്? സറാഫിലെ വിധവയുടെ കയ്യിൽ ഉണ്ടായിരുന്നൊരു എണ്ണയാണ്. അത് അവൾ സമർപ്പിച്ചു. മലയോരത്തിലെ സെർമൺ ഓൺ മൗണ്ടിലെ അവിടെ കുഞ്ഞിന്റെ കയ്യിലുണ്ടായിരുന്ന 2 അപ്പണ്. അത് അവൻ സമർപ്പിച്ചു. നിന്റെ കയ്യിൽ എന്തുണ്ട്? നീ അത് സമർപ്പിക്കണം. സമർപ്പിച്ചിട്ട് പറയണം കർത്താവേ, ഞാനിതാ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഈ പൈസയുള്ളൂ, ഈ ജീവിതമേ ഉള്ളൂ, ഈ ശിഷ്ട ജീവിതങ്ങളുള്ളൂ, ഞാനിത് സമർപ്പിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളതിൽ ചേർത്ത് വെച്ച് നോക്ക്. കർത്താവ് അതിൽ ഇടപെട്ടിരിക്കും. ചേർത്ത് പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്റെ ജീവിത സാക്ഷ്യം. മുന്നോട്ട് പോയപ്പോൾ സൗഖ്യങ്ങൾ പതുക്കെ കിട്ടി തുടങ്ങിയപ്പോൾ എനിക്കൊരു ആവേശമായി. എവിടെ വിളിച്ചാലും പോകുമ്പോൾ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ വചനവേദിയിലെ എനിക്ക് വിൽക്കില്ല. പക്ഷെ വചനവേദി വിട്ട് ഇറങ്ങി ഓട്ടോറിക്ഷ പിടിക്കുമ്പോഴും ബസ് കൂലി കൊടുക്കുമ്പോഴും ഒക്കെ എൻ്റെ വാക്ക് പല പ്രാവശ്യം വിൽക്കും. അപ്പം ഞാൻ പറഞ്ഞു കർത്താവ് ഇത് ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഒരിക്കൽ എന്നോട് എന്നെ സഹായിച്ച സിസ്റ്റർ പറഞ്ഞു, നിനക്ക് വചനവേദിയിലെ കർത്താവ് ഇത് മാറ്റി തന്നു, നീ മുന്നോട്ട് പോകണം, വചനം വ്യാപാരം ചെയ്ത് മുന്നോട്ട് പോകണം. വചനം വ്യാപാരം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അതൊരു ആവേശമായിട്ട് മാറി. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വ്യാപാരം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ കർത്താവ് എന്നെ ഉയർത്തിയത് എങ്ങനെയോ, ഇടയബാലനായ ദാവീദിനെ, ആടുമേച്ച് നടന്ന ദാവീദിനെ കർത്താവ് എടുത്ത് ഉയർത്തി. അവനെ എടുത്ത് ദാവീദ് ഇസ്രായേലിൻ്റെയും സിംഹാസനത്തിലിരുത്തി അവനെ വാഴിച്ചതുപോലെ കർത്താവ് എന്നെ ഉയർത്തി. വെറും ഒരു ക്ലർക്കായിരുന്നു. ക്ലറിക്കൽ ഡ്യൂട്ടീസ് ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന എന്നെ കർത്താവ് പതുക്കെ ഉയർത്തി ഓഫീസറാക്കിയത് പിന്നീട് ഡെപ്യൂട്ടി മാനേജരായി, ഞാനൊരു ബ്രാഞ്ച് ഹെഡായി, പിന്നീട് ഞാൻ സീനിയർ മാനേജരായി, പിന്നെ ഞാൻ ചീഫ് മാനേജരായി, പിന്നീട് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഏരിയ മാനേജർ, ക്ലസ്റ്റർ ഹെഡായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ചേർന്ന് പറഞ്ഞു ഞാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നിങ്ങളെ ഉയർത്തും മക്കളെ, വചനം നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് വചനം എങ്ങനെയാണ് സ്വീകരിക്കാമെന്നും കൂടെ പറയണം. വചനം സ്വീകരിക്കുമ്പോൾ നമ്മൾ കുറേ വചനം പഠിച്ചു. ഞാൻ കുറേ വചനങ്ങൾ പഠിച്ചു, പക്ഷെ ഓർമ്മ നിൽക്കണില്ല. എന്താ കർത്താവേ ചെയ്യുക? അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു, വചനം നീ ഒറ്റയ്ക്ക് പഠിച്ചാൽ ഒരു പക്ഷെ നീ ഓർമ്മ നിൽക്കില്ല, നീ അതൊരു പ്രബോധനമായിട്ട് പഠിക്കണം. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രബോധനമായിട്ട് പഠിക്കാൻ ഒരു അധ്യായം നീ മുഴുവൻ വായിക്കണം, അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കണം, അതിന്റെ സാഹചര്യങ്ങൾ നോക്കി പഠിക്കണം. ഈ സാഹചര്യങ്ങൾ നോക്കി പഠിച്ചിട്ട് ആ ഒരു വചനത്തിന്റെ ഗ്രാഹ്യത നീ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിൽക്കും. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ. അതായത് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്താര പറയുമ്പോൾ, ഞാൻ കൽക്കട്ടയിൽ ചീഫ് മാനേജറായിട്ട് ബാങ്കിൽ ജോലി ചെയ്യാണ്. കർത്താവ് ഉയർത്തിയതാണ് കേട്ടോ, നമ്മുടെ ഒന്നും കഴിവല്ല. ചീഫ് മാനേജറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഞാനൊരു മലയാളി, പിന്നെ ബംഗാളി സ്റ്റാഫ്, ഹിന്ദി സ്റ്റാഫ്, ബംഗാളിക്കാർ, അവരൊക്കെ ഭരിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എൻ്റെ ബാങ്കിൻ്റെ ലാൽ ബസാർ മാനേജറിൻ്റെ ചീഫ് മാനേജറാണ്, ബുര ബസാർ മാനേജറിൻ്റെ ചീഫ് മാനേജറാണ്. ലാൽ ബസാർ മാനേജറിൻ്റെ ഒരു സീനിയർ മാനേജർ ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരനായ ബോണി കെ എ. ആ സഹോദരൻ ഇപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. ആ ശുശ്രൂഷ ചെയ്യുന്ന ഈ സഹോദരൻ അന്ന് മാനേജറായിട്ടുള്ള 2 പേരും കൂടെ ഞങ്ങൾ കൽക്കട്ടയിലെ മിൻറ്റു പാർക്കിലെ എമ്മാവൂസ് റിട്രീറ്റ് സെൻറ്ററിൽ പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാ ഞായറാഴ്ചകളിലും പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി, കർത്താവ് എന്തുമാത്രം കർത്താവ് എന്നെ ഉയർത്തിയേ. ഞാൻ ഈ തൃശ്ശൂർ കിടന്ന ആള് അവസാനം ഈ കൽക്കട്ടയിലെ എമ്മാവൂസിലെ മിൻറ്റു പാർക്കിലുള്ള ഈ റിട്രീറ്റ് സെൻറ്ററിൽ പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ കർത്താവേ, ഈ കൽക്കട്ടയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കർത്താവേ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ബോണി ബ്രദർ, ബ്രാഞ്ച് മാനേജറാണ്,
സീനിയർ മാനേജറാണ്. ബോണി ബ്രദർ ഇങ്ങനെ പറഞ്ഞു, അബി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് വചനോത്സവങ്ങൾ മേടിച്ച് ഈ കൽക്കട്ടയുടെ തെരുവീതികളിൽ അങ്ങോട്ട് കൊടുത്താലോ എന്നൊരു ചോദ്യം. അപ്പം ഞാനിങ്ങനെ പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ഏകദേശം മണിക്കൂറുകളോളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, നീ എന്നെ ഉയർത്തിയതാണ്. ഒരു ഇടയബാലനായ ദാവീദിനെ ഇസ്രായേലിന്റെ സിംഹാസനം ഇരുത്തിയതുപോലെ വിക്കി നടന്ന് വിഷമിച്ച ഒരു കാര്യം പോലും പറയാൻ പറ്റാത്ത എന്നെ നീ ഇംഗ്ലീഷും ഹിന്ദിയും മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റണ ചീഫ് മാനേജറുടെ സീറ്റിലിരുത്തി നീ എന്നെ ഉയർത്തിയപ്പോൾ എന്ത് കർത്താവേ, വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു എന്ന് ഈശോയെ നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോണി ബ്രദർ പറയണേ, നമുക്ക് കുറച്ച് വചനോത്സവങ്ങൾ മേടിച്ച് ഈ കൽക്കട്ടയുടെ തെരുവീതികളിൽ അങ്ങോട്ട് കൊടുത്താലോ എന്ന് ചേർന്ന് പറഞ്ഞേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അത് ഉഗ്രനാണല്ലോ, നല്ല ഐഡിയാണ്, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പോട്ട ആശ്രമത്തിൽ നിന്ന് വചനോത്സവം, അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, മലയാളം, ഇതൊക്കെ കെട്ട് കണക്കിന് 100 കണക്കിന് ഏകദേശം 1000-1500 വചനോത്സവം പല ഭാഷകളിലായിട്ട് വരുത്തി. അവിടെ പറഞ്ഞിട്ട് ആ അച്ഛന്മാരോട് പറഞ്ഞ് അവിടെ വന്ന് വിൻസെൻഷൻ റിട്രീറ്റ് സെൻ്ററിൽ അത് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു 3 മണിക്കൂർ രാവിലെ 8 മുതൽ 12 വരെയോ 1 മണി വരെയോ ഉച്ച വരെ പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും സംരക്ഷണത്തിന്. അങ്ങനെ 2 പേരും സംരക്ഷണത്തിന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 2 ഇങ്ങനെ തോളിലിടുന്ന ബാഗുണ്ട്, തോളിലിരിക്കുന്ന ബാഗിൽ വചനോത്സവങ്ങൾ ഹിന്ദിയും ബംഗാളിയും ഇംഗ്ലീഷും മലയാളമെല്ലാം കുത്തി നിറച്ചിട്ട് നിങ്ങൾ കൽക്കട്ടയുടെ തെരുവോരങ്ങളിലേക്ക് പോകും. എന്നിട്ട് ഇങ്ങനെ പറയും, യേശു का वचन, രക്ഷ കവചൻ, ये മാഗസിൻ മുഫ്തെ, ഫ്രീ മാഗസിൻ, ഈ മാസിക ഫ്രീ ആണ്, സൗജന്യമാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ദൈവവചനം വ്യാപാരം ചെയ്യുക എന്നുള്ള പ്രവൃത്തിയിൽ മുന്നോട്ട് പോയപ്പോൾ ഞാൻ തോന്നി, ഇതിങ്ങനെ ലോക്കലിൽ ഇങ്ങനെ ഫുട്പാത്തിൽ കൊടുത്താൽ അത് അവിടെ കഴിയും. അപ്പോൾ കർത്താവ് ഞങ്ങൾക്കൊരു ബോധ്യം തന്നു, എങ്ങനെ കൽക്കട്ടയുടെ 2 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഒന്ന് ഷിയാൽഡ, 2 ഹൗറ റെയിൽവേ സ്റ്റേഷനും ഷിയാൽഡ റെയിൽവേ സ്റ്റേഷനും. ഈ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്ത ഒരു പ്രത്യേകതയുണ്ട്, കൽക്കട്ട 7 സംസ്ഥാനങ്ങളുടെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന 7 സംസ്ഥാനങ്ങളുടെ വാതിലാണ്, എൻട്രി ഡോറാണ്. അപ്പൊ 7 സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ദൈവത്തിന്റെ വചനം വ്യത്യസ്ത ഭാഷകളിൽ ഇത് കിട്ടും. അപ്പൊ ഞാൻ ബോണിയോട് പറഞ്ഞു, ബോണി ബ്രദറെ നമുക്കൊരു കാര്യം ചെയ്യാം, തെരുവോരങ്ങൾ നിർത്താം, പകരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള ഹോളിഡേയ്സിലും ഈ വചനോത്സവം 3-4 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരുന്ന് ശക്തി പ്രാപിച്ചതിന് ശേഷം ഈ ബാഗ് തോളിലേറ്റി, വചനോത്സവം തോളിലേറ്റി ഷിയാൽഡ റെയിൽവേ സ്റ്റേഷനിലും ഹൗറ റെയിൽവേ സ്റ്റേഷനിലും യേശു का वचन, ये മാഗസിനെ, ये ഫ്രീ മാഗസിൻ, മുഫ്ത് മാഗസിൻ, യേശു കാ വചൻ എന്ന് പറഞ്ഞ് സൗജന്യമാണ്, ഇത് നിങ്ങൾക്ക് കിട്ടും. യേശുവിന്റെ വചനം ഓരോ റെയിൽവേ സ്റ്റേഷന്റെ കമ്പാർട്ട്മെന്റിലും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്കും ഈ വചനം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഈ സുവിശേഷവൽക്കരിച്ചത് ഒരു റെയിൽവേ സ്റ്റേഷനിലല്ല, 7 സംസ്ഥാനങ്ങൾ, മിസോറാം, ആസാം, മേഘാലയ തുടങ്ങിയ 7 കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗാളിയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ദൈവത്തിന്റെ വചനം വ്യാപാരം ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചേർന്നെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്താണ് പറഞ്ഞു വന്നത്? ജോസഫ് പിതാവിലെ വിളങ്ങിയ ഈ പുണ്യങ്ങള് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ നമ്മൾ പൂജിച്ച് പ്രാർത്ഥിച്ച, വണങ്ങി പ്രാർത്ഥിച്ച ദൈവത്തിന്റെ അനുഗ്രഹീതമായ കൃപ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, പലപ്പോഴും വചനം കേൾക്കുമ്പോൾ വചനം കണക്റ്റഡ് ആവാത്തതിന്റെ കാരണം അത് മനസ്സിലാക്കണം. പലപ്പോഴും വചനം കിട്ടി, വചനവേദിയിൽ നിന്ന് വചനം കിട്ടി, അതുപോലെ ബേമയിൽ നിന്ന് വചനം കിട്ടി, അച്ഛൻ പറഞ്ഞ വചനം ഓർമ്മയുണ്ട്, പക്ഷെ കണക്റ്റഡ് അല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ അതില്ല. നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ഇന്നലെ കണ്ട ഏതെങ്കിലും സിനിമയോ സീരിയലോ രാഷ്ട്രീയ മേഖലകളോ അല്ലെങ്കിൽ ന്യൂസോ ഒക്കെ കിടക്കണേ. നമ്മുടെ ഉള്ളിൽ പുറമെ കിടക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രബോധനമാണെങ്കിൽ കെട്ടുന്ന വചനം നിന്റെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യും. ഇത് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, കർത്താവെ എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുന്നിൽ ഞാൻ വചനം വ്യാപാരം ചെയ്യും. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തിയിട്ട് കർത്താവെ, ജീവിക്കുന്ന വചനം, ഈ ജീവിക്കുന്ന വചനം ഒന്ന് സ്വീകരിക്കാൻ കൃപ നൽകണേ. എൻ്റെ ജീവിതത്തിൽ വചനം കണക്ട് ചെയ്യാൻ ആവശ്യം
ആവശ്യമായ എല്ലാ കൃപകളും നൽകണേ. വചനം വ്യാപാരം ചെയ്യാൻ, വചനം സ്വീകരിക്കാൻ, വചനം ഉൾക്കൊള്ളാൻ, വചനം മനനം ചെയ്യാൻ, വചനം എൻ്റെ ജീവിതത്തിലേക്ക് കൃപയായി നിറയ്ക്കാൻ കൃപ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ആരാധന. ഈ വചനം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക എന്നതിനെ ജോസഫ് പിതാവിൽ വിളങ്ങിയ മറ്റൊരു കാര്യം പറയാൻ പോവാണ്. അതിങ്ങനെയാണ്. ജോസഫ് പിതാവിൻ്റെ ഒരു പ്രത്യേകത, പൂർവ്വ പിതാവായ ഔസേപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാ വെച്ചാൽ വചന ഹൃദയത്തിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മുൻകൂട്ടി കാര്യങ്ങൾ കർത്താവ് കാണിച്ചു കൊടുത്തു. വചനം ഹൃദയത്തിലുള്ള വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം മുൻകൂട്ടി കാണിച്ചു തരും. മുൻകൂട്ടി കാണിച്ചു തന്നതിൻ്റെ കാര്യം എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഈജിപ്തിൽ ഉണ്ടാകാൻ പോകുന്ന 7 വർഷത്തെ ക്ഷാമത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ആ സ്വപ്നം വ്യാഖ്യാനം ചെയ്തപ്പോൾ, ഫറവോയിൻ്റെ സ്വപ്നം വ്യാഖ്യാനം ചെയ്തപ്പോൾ അവസാന കാരാഗ്രഹത്തിൽ നിന്ന് കർത്താവ് അവനെ ഉയർത്തി ഈജിപ്തിൻ്റെ രണ്ടാമനാക്കി മാറ്റി, ഭരണാധികാരിയായിട്ട് മാറ്റി. അങ്ങനെ ഭരണാധികാരിയായി മാറ്റി വചനം നിറഞ്ഞ ഔസേപ്പ് പിതാവിൻ്റെ അരികിലേക്ക് പോകാൻ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലെ ഫറവോ പറയുന്നുണ്ട്. അത് എവിടെയാണെന്നറിയോ? ഉൽപ്പത്തിയുടെ പുസ്തകം 41 അധ്യായത്തിന്റെ 55, ഉൽപ്പത്തി 41:55. ഈജിപ്തിലെ ക്ഷാമം രൂക്ഷമായപ്പോൾ ജനം ഫറവോയോട് ഞങ്ങൾക്ക് ആഹാരം തരൂ എന്ന് പറഞ്ഞ് ഫറവോന്റെ അടുത്തേക്ക് ചെന്നു. ഫറവോ പറഞ്ഞപ്പോൾ എന്നറിയോ? ഫറവോന് മനസ്സിലായി എന്താണ് ഇതൊക്കെ മുൻകൂട്ടി കണ്ട്, എനിക്ക് ഈ സ്വപ്നം കണ്ട് ഈ സ്വപ്നം വ്യാഖ്യാനിച്ച ഒരുവനുണ്ട്, അവൻ ഇവിടെ ഉണ്ട്, വചനം നിറഞ്ഞ ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫറവോ പറഞ്ഞ വാക്കാണ് ഞാൻ പറയണേ. ഉൽപ്പത്തിയുടെ പുസ്തകം 41:55. അവൻ ഇങ്ങനെ പറഞ്ഞു, ഫറവോ ഈജിപ്തുകാരോട് പറഞ്ഞു, ഭക്ഷണം ചോദിച്ച്, ക്ഷാമത്തിന്റെ മധ്യത്തിൽ ഭക്ഷണം ചോദിച്ച ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിന്റെ അരികിലേക്ക് പോകുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ജോസഫിന്റെ അരികിലേക്ക് പോകുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ഗോ ടു ജോസഫ്, ഡു വാട്ട് ഹി സൈസ്. അവൻ എന്താ പറയണത് അത് ചെയ്തോ എന്നാണ് ഫറവോ പറഞ്ഞത്. ജോസഫിന്റെ അരികിലേക്ക് പോക്കോ, അവൻ എന്താ പറയണേ അത് ചെയ്തോ. ഈ കാര്യം നമ്മൾ കാനായിലെ കല്യാണം വിരുന്നിൽ വെച്ച് പരിശുദ്ധ അമ്മ ഭൃത്യരോട് പറയുന്നുണ്ട്, യേശു എന്തെങ്കിലും പറഞ്ഞാ അത് ചെയ്തോ? പറഞ്ഞിട്ടില്ലേ? ഇതാണ് പറഞ്ഞത്. എന്താണ്? ഈശോ എന്തെങ്കിലും പറഞ്ഞാ അത് ചെയ്തോ? ജോസഫ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തോ? എന്താണെന്നറിയോ? പറഞ്ഞു വരണത്, ജോസഫ് പിതാവിനോടുള്ള ഭക്തി വളരുമ്പോൾ അത് നമ്മളെ കണക്ട് ചെയ്യണത് ഈ പരിശുദ്ധ അമ്മയിലേക്കാണ്. ഇത് വേറൊരു സമാന്തര ഭക്തിയല്ല, ഇത് വേറൊരു സമാന്തര ഭക്തിയായിട്ട് സഭ പഠിപ്പിക്കണതല്ല. നീ ജോസഫ് പിതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ യു ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ടു മരിയോളജി, മരിയ ശാസ്ത്രത്തിലേക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കും നീ കണക്റ്റഡ് ആവും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നീ കണക്റ്റഡ് ആയ നീ ഉടനെ തന്നെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലേക്ക് നീ കണക്റ്റഡ് ആവും. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ദൈവശാസ്ത്രത്തിന്റെ 4 വാക്കുകൾ നമ്മൾ പഠിക്കും. 4 വാക്കാണ്. നിങ്ങൾ ആലോചിക്കരുത്, ഫ്രൈഡേ കൺവെൻഷനിൽ ഒരുപാട് നിയോഗങ്ങളായിട്ട് വന്ന ഈ ആൾക്ക് നിങ്ങൾ എന്തിനാ തിയോളജി പഠിപ്പിക്കണേന്ന്. അതെന്താ കാര്യം എന്നറിയോ? പ്രബോധനം പഠിക്കണം. എനിക്ക് എന്നെ കർത്താവ് പറഞ്ഞു തന്നതാണ്, നീ സാക്ഷ്യങ്ങൾ പറഞ്ഞ് കഥകൾ പറഞ്ഞു പോയാൽ ജനങ്ങൾ ഇങ്ങനെ കേട്ട് രസിച്ചു പോവുകയുള്ളൂ. പ്രബോധനം പഠിപ്പിക്കണം. പ്രബോധനം പഠിച്ചാൽ അവൻ്റെ ഉള്ളിലെ പ്രബോധനത്തോട് കണക്റ്റഡ് ആയ വചനം ഉള്ളിലുണ്ടാവും, അത് പോവില്ല. ഞാൻ പലപ്പോഴും വചനം പഠിച്ചിട്ട് വചനം ഓർമ്മ നിൽക്കണില്ല. പ്രബോധനം പഠിച്ചു നോക്കി, അതിനോട് ചേർന്ന് ആ പ്രബോധനം പഠിച്ചപ്പോൾ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വചനങ്ങളൊക്കെ എൻലൈറ്റഡ് ആയിട്ട് മനസ്സിലങ്ങനെ നിൽക്കുകയാണ്. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച നിങ്ങൾ വളരെ നിയോഗങ്ങളൊക്കെ വിഷമിച്ചാണ് വന്നെങ്കിൽ കൂടി ഒരു പ്രബോധനം പഠിക്കുകയാണ്. ആ പ്രബോധനം എങ്ങനെയാണ്? തോമസ് അക്വിനാസ്, തിരുസഭയുടെ വേദ പ്രബോധകനായ തോമസ് അക്വിനാസ് സുമാ തിയോളജിയ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വേദശാസ്ത്ര ഗ്രന്ഥത്തിൽ പഠിപ്പിച്ച 4 വാക്കുകൾ, ലാറ്റിൻ വാക്കാണ്, 4 പഠിക്കുള്ളൂ. അത് പഠിച്ച എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്കത് ഉത്തരം പറയാൻ പറ്റും. ഒന്നാമത്തെ വാക്ക് നമ്മൾ പഠിക്കും, അത് ലാട്രിയ എന്ന വാക്കാണ്. ലാട്രിയ എന്ന് വെച്ചാൽ അഡോറേഷൻ ടു ദ ട്രിനിറ്റി, ദൈവ ആരാധന, ദൈവത്തിന് മാത്രം ആരാധന, ദൈവത്തിന് മാത്രം. ലാട്രിയ, LATRIA, ലാട്രിയ. ലാട്രിയ എന്ന വാക്ക്
സുമാ തിയോളജിയിലെ തോമസ് അക്വിനാസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ ആരാധിക്കുന്നത് ദൈവത്തിന് മാത്രം. നമ്മളിപ്പോൾ ഏതാനും സമയങ്ങൾ കഴിയുമ്പോൾ ഈ ദിവ്യബലി അർപ്പിച്ചുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലെ ആരാധന ആർക്കാണ്? ട്രിനിറ്റേറിയൻ ഗോഡിന്, ത്രിത്വേക ദൈവത്തിനാണ് ആരാധന. നീ ആരിനെ ആരാധിക്കണില്ല? പരിശുദ്ധ അമ്മയെ ആരാധിക്കണില്ല, ജോസഫ് പിതാവിനെ ആരാധിക്കണില്ല, മറ്റൊരു വിശുദ്ധരെയും നീ ആരാധിക്കണില്ല. അഡോറേഷൻ ടു ദ ഹോളി ട്രിനിറ്റി, ദാറ്റ് ഈസ് കോൾഡ് ലാട്രിയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഈ പറയുന്ന വാക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആരാധന ദൈവത്തിന് മാത്രം എന്ന് വിചാരിച്ചാൽ മതി. ആരാധന പരിശുദ്ധ അമ്മയ്ക്കില്ല, ആരാധന ജോസഫ് പിതാവിനില്ല, ആരാധന വിശുദ്ധർക്കില്ല. ഇനി ഉള്ളതൊരു കാര്യം പറയാമാണ്. രണ്ടാമത്തെ വാക്ക് ധൂളിയ, DULIA, ധൂളിയ. ഈ ധൂളിയ എന്ന വാക്കിന്റെ പ്രത്യേകത വണക്കം, വെനറേഷൻ. വണക്കം ആർക്കാണ്? വണക്കം വിശുദ്ധർക്കും മാലാഖമാർക്കും. വെനറേഷൻ ടു ദ ഏഞ്ചൽസ് ആൻഡ് സെയിൻസ്. വിശുദ്ധർക്കും മാലാഖമാർക്കുമാണ് വണക്കം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലപ്പോഴും അക്രൈസ്തവ സഹോദരന്മാരെ, അതുപോലെ അകത്തോലിക്കരെ, പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിലുള്ള സഹോദരന്മാരൊക്കെ ചോദിക്കും, നിങ്ങൾ പരിശുദ്ധ അമ്മയെ എന്താ ചെയ്യണേ? പ്രാർത്ഥിക്കണില്ലേ? ധാരാധനയല്ലേ എന്ന് ചോദിക്കും. അല്ല, പരിശുദ്ധ അമ്മയെ നമ്മൾ വണങ്ങാണ്, ധൂളിയാണ്. DULIA, ധൂളിയ, വണക്കം, വെനറേഷൻ ടു ദ സെയിൻസ് ആൻഡ് ഏഞ്ചൽസ്. മൂന്നാമത്തെ വാക്ക് പഠിക്കുകയാണ്. ഈ വെനറേഷൻ അഥവാ ധൂളിയയുടെ മധ്യത്തിൽ രണ്ട് കാര്യങ്ങൾ പഠിക്കും. ഒന്ന് ഹൈപ്പർ ധൂളിയ, പരമോന്നത വണക്കം. അത് ഈ പരിശുദ്ധ കന്യകാമറിയത്തിനാണ്. ഒന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൈപ്പർ ധൂളിയ, പരമോന്നത വണക്കം. പരമോന്നത വണക്കം നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ പരമോന്നത വണക്കം പരിശുദ്ധ കന്യകാമറിയത്തിനാണ്. ഹൈപ്പർ ധൂളിയ. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ. മൂന്നാമത്തെയാണ് നമ്മുടെ വിഷയം. നാലാമത്തെ വാക്കാണ് നമ്മുടെ വിഷയം. അടുത്തതാണ് പ്രോട്ടോധൂളിയ. അതായത് പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞ നമ്മളെ ഏറ്റവും കൂടുതൽ വണങ്ങേണ്ടത് ജോസഫ് പിതാവിനെയാണ്. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പ്രോട്ടോധൂളിയ എന്ന് വെച്ചാൽ പ്രഥമ വണക്കം അല്ലെങ്കിൽ നിർമ്മല വണക്കം. നമ്മൾ മറ്റേ ഒരുപാട് വിശുദ്ധരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചോ, ഒന്നും തെറ്റില്ല. പക്ഷേ എല്ലാ വിശുദ്ധരുടെയും മുകളിലുള്ള സ്ഥാനം ജോസഫ് പിതാവിന് ദൈവം കൊടുത്തു. അതുകൊണ്ട് മരിയോളജിയുടെ പോലെ ജോസഫോളജി നമ്മൾ പഠിക്കണം. ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ജോസഫോളജിയിൽ ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വായിക്കണം. അതുകൊണ്ട് ജോസഫോളജി അഥവാ ജോസഫിൻ്റെ ശാസ്ത്രം, ദൈവം ഔസപിതാവിലൂടെ നമുക്ക് നൽകുന്ന കൃപകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരും. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞു വന്നറിയോ? പ്രബോധനം പഠിച്ച വചനം നിൽക്കും. ഒരു അധ്യായം പഠിച്ച ആ അധ്യായത്തിൻ്റെ ഒരു വചനം, രണ്ട് വചനം ഹൃദയത്തിൽ നിൽക്കും. വചനം ഒറ്റയ്ക്ക് പഠിച്ച അത് നിൽക്കാറില്ല. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകം 2:7, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അതുകൊണ്ട് പ്രബോധനം തേടി വരണം. നിങ്ങൾ പ്രബോധനം തേടി വരണം, വചനം തേടി വരണം. എന്നിട്ട് വചനം തേടി വന്ന വചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. പറ്റണില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ ഉള്ളിൽ വചനം ഇല്ല. ഇതെന്നെ കർത്താവ് പഠിപ്പിച്ചതാ. നിനക്ക് ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടും ഒരുപാട് ബൈബിള് വായിച്ചിട്ടും നിന്റെ ഹൃദയത്തിൽ നീ അറിവിൻ്റെ തലത്തിൽ ഇതൊക്കെ അറിയുന്നു വെച്ചാലും നിന്റെ വചനം നിന്റെ ആത്മാവിലേക്ക്, മനസ്സിലേക്ക്, ബോധ മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക്, നിന്റെ ഇന്ദ്രിയങ്ങളിലേക്ക്, നിന്റെ മുഴുവൻ ശരീരങ്ങളിലേക്ക് ജീവനുള്ള വചനം കണക്റ്റഡ് ആവുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പരിശോധിക്കണം. കണക്റ്റഡ് ആവണില്ലെങ്കിൽ നമുക്ക് വചനം സ്വീകരിച്ചതിലൊരു കുറവുണ്ട്. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവെ, പ്രബോധനം പഠിച്ച് എൻ്റെ എല്ലാ കരങ്ങളും കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവെ, എന്നെ കേൾക്കുന്നവർ, യൂട്യൂബിലൂടെ കേൾക്കുന്നവരെ, നേരിട്ട് കേൾക്കുന്നവരെ, കർത്താവെ, വചനം എൻ്റെ ജീവിതത്തിൽ കണക്റ്റഡ് ആവാൻ കൃപ നൽകി. ഈ ഔസപിതാവിൽ വിളങ്ങിയ പുണ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിളങ്ങാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. ഒന്ന് പ്രാർത്ഥിച്ചേൻ, ഒരുമിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. വചനം കണക്റ്റഡ് ആകാൻ ഞങ്ങളെ സഹായിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന.
ഈശോയെ നന്ദി, ആരാധന. ഈ ജോസഫ് പിതാവിൽ വിളങ്ങിയ ഒന്ന് രണ്ട് പുണ്യങ്ങൾ, എന്നെ നയിച്ച ഒന്ന് രണ്ട് കൃപകളോടെ അവിടെ പറയുമ്പോൾ നമ്മുടെ സമയം കഴിയും. നമ്മുടെ സമയം ഇങ്ങനെ കഴിയാൻ പോവുകയാണ്. ഏതാനും സമയങ്ങളെ ബാക്കിയുള്ളൂ. ഈ ജോസഫ് പിതാവിൻ്റെ ഭക്തിയിൽ വളർന്നപ്പോഴേ ഞാൻ മണലൂരിലെ എൻ്റെ ബാങ്കിലെ ബ്രാഞ്ച് ഹെഡായിട്ട് ജോലി ചെയ്യണ കാലം. മണലൂർ ബ്രാഞ്ച്. അപ്പോൾ തൊട്ടരികെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് സെൻറ്റ് ജോസഫ് ചർച്ച് എന്നാണ്. ഒരു റോഡ് കഴിഞ്ഞാൽ, ഒരു വീട്, ഒരു ബിൽഡിങ് കഴിഞ്ഞാൽ ഈ ചർച്ചാണ്, സെൻറ്റ് ജോസഫ് ചർച്ചാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ജോസഫ് പിതാവിൻ്റെ ഭക്തിയിൽ കർത്താവ് അങ്ങനെ ചെയ്യുന്നതാണ്. ജോസഫ് പിതാവിൻ്റെ ഭക്തിയിൽ വളരുന്ന കാലത്ത് ജോസഫ് പിതാവിനോട് വല്ലാത്തൊരു സ്നേഹം അങ്ങോട്ട് തോന്നി. നിങ്ങൾക്ക് തോന്നണം കേട്ടോ, ഈ ക്ലാസ് കഴിയുമ്പോൾ ജോസഫ് പിതാവിനോട് സ്നേഹം തോന്നണം. പരിശുദ്ധ അമ്മയോട് തോന്നണം. അതേപോലെ തന്നെ സ്നേഹം നിങ്ങൾക്ക് ജോസഫ് പിതാവിനോട് തോന്നിയാൽ നിങ്ങൾ ഏത് നിയോഗമായിട്ട് വരുമ്പോൾ ഈ ജോസഫ് പിതാവിനോട് പറഞ്ഞോ, നിങ്ങളെ സഹായിച്ചിരിക്കുക. എന്നെ സഹായിച്ചതാണ്. പക്ഷേ ഞാനങ്ങനെ ജോസഫ് പിതാവിൻ്റെ ഭക്തിയിൽ വളർന്ന കാലത്ത് ഞാനങ്ങനെ ഒരു ദിവസത്തിൽ, ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഞാൻ ആഴ്ചയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ടാന്ന് വെക്കും. എന്നിട്ട് ബാങ്കിൽ നിന്ന് എനിക്ക് അരമണിക്കൂർ ബ്രേക്ക് ഉണ്ട്, 1:30 മുതൽ 2 വരെ. അപ്പോൾ അരമണിക്കൂർ ബ്രേക്കിൽ കൃത്യം 1:30 ഞാൻ എൻ്റെ സീറ്റിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് തൊട്ടരികെ ഒരു ബിൽഡിംഗ് അപ്പുറത്തുള്ള 100 മീറ്ററുള്ളൂ ആ സെൻറ്റ് ജോസഫ് ചർച്ചിലേക്ക് പോകും. ഈ സെൻറ്റ് ജോസഫ് ചർച്ചിൽ പോകുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഉച്ചയാണ്, ഉച്ച നേരമാണ്. 1:30 മണിക്ക് ഉച്ച. പള്ളിയുടെ എല്ലാ ദേവാലയത്തിൻ്റെ വാതിലുകളും ജനലുകളും വെന്റിലേഷനൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നല്ല ചൂടുണ്ട്. ഒരു ആസ്പെറ്റോസ് എന്ന് തോന്നണ പള്ളി. അപ്പോൾ ആ ചൂട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഈശോയെ ഒന്നിങ്ങനെ നോക്കും. ഈശോയെ നോക്കുമ്പോൾ തൊട്ടരികെ മനോഹരമായിട്ട് വലിയ ജോസഫ് പിതാവിൻ്റെ, ഔസേപ്പ് പിതാവിൻ്റെ ഒരു രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തും. ഞാൻ മുട്ടുകുത്തിയിട്ട് ജോസഫ് പിതാവിനെ ഒന്ന് നോക്കും, ഈശോയെ എന്ന് നോക്കും. ജോസഫ് പിതാവിനെ ഒന്ന് നോക്കും, ഈശോയെ എങ്ങനെ നോക്കും. എന്നിട്ട് പറ്റണ പോലെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല, ജോലിയുടെ തിരക്കും പിന്നെ ഫോൺ വിളിയും, ചിലപ്പോൾ ആകെ ഒരു ടെൻഷനോ. ചിലപ്പോൾ പറ്റണമെങ്കിൽ ഒരു കൊന്ത ചൊല്ലും. അരമണിക്കൂർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കൊന്ത ചൊല്ലി അങ്ങനെ ഒരു 3 വർഷങ്ങൾ കടന്നുപോയി. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ചില ആഴ്ചകളിൽ പറ്റിയിട്ടുമില്ല. എന്തായാലും അങ്ങനെ കടന്നു പോയപ്പോൾ എന്തുണ്ടായെന്നറിയോ, ഇനി എൻ്റെ ബാങ്കിൽ പ്രൊമോഷൻ ടെസ്റ്റ് വന്നു. പ്രൊമോഷൻ ടെസ്റ്റ് വന്നപ്പോൾ എനിക്ക് പലപ്പോഴും പ്രൊമോഷൻ ടെസ്റ്റൊക്കെ എഴുതാൻ പേടിയാണ്. കാരണം ചെറുതായിട്ട് സംസാരത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് മാനേജറായി പോയി ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പറയണം, പിന്നെ ഹിന്ദി പറയണം, പിന്നെ ഈ ഭാഷ ഒന്നും ഡീൽ ചെയ്യില്ല. കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ വിൽക്കുമ്പോൾ ഒരുപാട് വിഷമം, വീട്ടിൽ വന്ന് കരയും. അപ്പോൾ വേണ്ട. അപ്പോൾ കർത്താവ് ഇങ്ങനെ പ്രചോദിപ്പിക്കുകയാണ്, പോ ടെസ്റ്റിന് പോകുന്നു. അങ്ങനെ കർത്താവിൻ്റെ ഒരു പ്രചോദനം ഏറ്റെടുത്ത് ഞാൻ ടെസ്റ്റിന് പോയി. എന്തിനു പറയണു, 3 വർഷം ഞാനിങ്ങനെ ജോസഫ് പിതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി. അറിയാലോ, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. ജോസഫ് പിതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് ജോസഫ് പിതാവിൻ്റെ രൂപത്തെ നോക്കും, ഈശോയെ നോക്കും. ജോസഫ് പിതാവിൻ്റെ രൂപത്തെ നോക്കും, ഈശോയെ നോക്കും. 3 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ അവിടെ നിന്ന് അടുത്ത സീനിയർ മാനേജറായിട്ട് ഉയർത്തി. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. സീനിയർ മാനേജറായിട്ട് ഉയർത്തി കൽക്കട്ടയിലേക്ക് വിട്ടു. കൽക്കട്ടയിൽ 3 വർഷത്തിൻ്റെ അവസാനമായപ്പോൾ അവസാന കാലത്ത് അവസാനത്തെ 6 മാസം അവിടെ വെച്ച് കൽക്കട്ടയിൽ വെച്ച് കർത്താവ് എന്നെ ചീഫ് മാനേജറായിട്ട് ഉയർത്തി. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ. ഞാൻ എന്തിനാ പറഞ്ഞു വന്നതെന്നറിയോ, ഇതൊന്നും എൻ്റെ ഒരു സെൽഫ് ഗ്ലോറിഫിക്കേഷൻ പറയാനല്ല. ഇങ്ങനെയാണ്, ആ ദാവീദിനെ പോലെയാണ്. ഇടയ ബാലനായിരുന്നു. ആടുമേച്ച് നടന്നപ്പോൾ ജെസ്സ അവനെ വിളിച്ചില്ല രാജാവാൻ. സാമുവേൽ വന്നപ്പോൾ എല്ലാവരും നിർത്തി. ജെസ്സ തൻ്റെ ഇടയ ബാലൻ, ഇവന് കഴിവില്ല എന്ന് പറഞ്ഞ് അവനെ ആടുമേക്കാൻ വിട്ടവനാ. അപ്പൊ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, ഏലയാബ് ഇവനെ ഞാൻ തള്ളി, ഇവൻ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, ഇവന്റെ ആകാര വടിവ് അതല്ല, കർത്താവ് ഹൃദയങ്ങളെ നോക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേറെ പുത്രന്മാരുണ്ടോ? ഒരാളുണ്ട്, അവൻ ആടുമേക്കാൻ പോയിക്ക, വിളിക്കവനെ. അങ്ങനെ വിളിച്ചതാ ദാവീദിനെ. അങ്ങനെ വിളിച്ച് അവനെ സിംഹാസനത്തിൽ ഇരുത്തിയതുപോലെ കർത്താവ് വിളിച്ചതാ. വചനം സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജോസഫ് പിതാവിനെ കുറിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്ന ഒരു വാചകമുണ്ട്. അമ്മ ത്രേസ്യ ജോസഫ് പിതാവിന്റെ അതീവ ഭക്തനായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ വളരുമ്പോഴും വിശുദ്ധ അമ്മ ത്രേസ്യ ഇങ്ങനെ പറയാണ്, എൻ്റെ ഒരു ആവശ്യം പോലും ഔസേപ്പ് പിതാവ് നിരസിച്ചിട്ടില്ല. മറ്റു വിശുദ്ധരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ചിലപ്പോൾ എനിക്ക് കിട്ടാറുണ്ട്, മറ്റവരോടൊക്കെ പറഞ്ഞ് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് കിട്ടാറുണ്ട്. പക്ഷെ ഔസേപ്പ് പിതാവിനോട് അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പോലും കിട്ടാണ്ട് പോയിട്ടില്ല. ചേർന്ന് പറഞ്ഞോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി.
ഈശോയെ നന്ദി. ഈ കാലഘട്ടങ്ങളിലെ ഒരു പ്രത്യേകത എങ്ങനെയറിയോ? നമ്മൾ പലപ്പോഴും ഔസേപ്പിതാവിൻ്റെ ഭക്തിയിൽ വളരുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിന് ഒരു ശക്തി കിട്ടേണ്ടതെന്ന് വെച്ചാൽ പിശാചുകളോടുള്ള ഭയം മാറുന്നതാണ്. കാരണം ഈ ഔസേപ്പിതാവിൻ്റെ ഒരു ടൈറ്റിൽ, ഒരുപാട് ടൈറ്റിലുണ്ട്. തിരുസഭയുടെ കാവൽക്കാരനാണ്, സംരക്ഷകനാണ്, തിരുകുടുംബത്തിൻ്റെ നായകനാണ്, സഭയുടെ കാവൽക്കാരനാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. അതുപോലെ ഒരു ടൈറ്റിലാണ് ഔസേപ്പിതാവിന് പിശാചുകളുടെ ഭീതിതനാണ്. അതായത് പൈശാചിക സ്വാധീനങ്ങൾ ജോസഫ് പിതാവിനെ കണ്ട ഭയപ്പെട്ട് പിന്മാറും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഒരുപാട് കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട്, ഞങ്ങൾക്കെതിരെ അന്ധകാരം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കെതിരെ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അവൻ ഞങ്ങളോട് അങ്ങനെ പൈസ കൊടുത്ത് ഈ ഒരു മന്ത്രം ചെയ്ത് അതിൻ്റെ ബുദ്ധിമുട്ടിൽ ബന്ധനത്തിലാണ് നിൽക്കണേ. എന്താ കാര്യം? നീ ജോസഫ് പിതാവിനോട് പറഞ്ഞാൽ മതി. എന്താണ്? ജോസഫ് പിതാവ് ഉണ്ണിയേശുവിനെയും കൊണ്ട് പരിശുദ്ധ കന്യകമാതയെ കൊണ്ട് നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് നീ കാണും. ചേർന്ന് പറഞ്ഞോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് ജോസഫ് പിതാവിനോട് ഉള്ള ഭക്തിയിൽ വളരുമ്പോൾ നമുക്ക് പൈശാചിക സ്വാധീനങ്ങളുടെ മുകളിൽ ഒരു വലിയൊരു വിടുതൽ കിട്ടും, ഒരു ശക്തി കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജോസഫ് പിതാവിൻ്റെ വേറൊരു പ്രത്യേകത അറിയാം. ജോസഫ് പിതാവിൻ്റെ കുറിച്ചുള്ള പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കണേ. ഔസേപ്പ് പിതാവ് തൻ്റെ പണിശാല, ഈ പണിശാലയിലെ ആശാരിപ്പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഒളിഞ്ഞിങ്ങനെ നോക്കും. ഒളിഞ്ഞു നോക്കുമ്പോൾ അടുത്ത മുറിയിലെ പരിശുദ്ധ കന്യകാമറിയവും ഉണ്ണിയേശുവിനെ കാണും. ഉണ്ണിയേശുവിനെ കാണുമ്പോൾ ഈ ജോലിയുടെ ഇടയിൽ ഒരു ഗ്യാപ്പിൽ നോക്കിയിട്ട് ഉണ്ണിയെ നോക്കിയിട്ട് ഈശോയെ ആരാധിക്കും. എന്താണെന്നറിയോ? ആദ്യത്തെ ദിവ്യകാരുണ്യ സെൻ്ററാണ് നസ്രത്തിലെ കുടുംബം. ആദ്യത്തെ ദിവ്യകാരുണ്യ സെൻറ്റർ നമുക്ക് ഇന്ന് ദേവാലയങ്ങളിലും നമ്മൾ ഈ ധ്യാനമന്ദിരങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ സെൻറ്ററില്ലേ, അവിടെയൊക്കെ നമ്മൾ മുട്ടുകുത്തിയിട്ട് ഈശോയെ IHS എന്ന് എഴുതിയ ഗോതമ്പപ്പത്തിൽ ഈശോയാണ്, ഭൂമിയിലെ ക്രിസ്തു സാന്നിധ്യമാണ് ഇവനെന്ന് പറഞ്ഞ് നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കില്ലേ? അതുപോലെ ഇവൻ ദൈവത്തിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ, ഇവൻ പരിശുദ്ധ കന്യകാമറിയിലൂടെ പിറന്നവൻ, ഇതാ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയുടെ മടിത്തട്ടിലെ എന്ന് പറഞ്ഞ് ജോലിയുടെ മധ്യത്തിൽ ഇങ്ങനെ ഒളിഞ്ഞ് ഈശോയെ നോക്കി ആരാധിക്കും. ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുമ്പോൾ ഓർക്കണം, ജോസഫ് പിതാവാണ് ആദ്യമായിട്ട് ഈ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച്. ഇങ്ങനെ തീരുമാനിക്കണം, എനിക്കൊരു സമയമുണ്ടെങ്കിൽ, ഒരു ദിവസത്തിൽ ഒരാഴ്ചയിൽ ഒരു സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ ദിവ്യകാരുണ്യ സെൻറ്ററിലിരുന്ന് ദൈവമേ ഭൂമിയിലെ ക്രിസ്തു സാന്നിധ്യമായ ഈശോയെ ആരാധിച്ച്. നിങ്ങൾ ഈ വെള്ളിയാഴ്ച കൺവെൻഷനിൽ എനിക്കറിയാം ഒരുപാട് പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച കൺവെൻഷനിൽ വരിക. ഞാനിതുപോലെ വന്നിട്ടുണ്ട്. ഒരുപാട് മുന്നിലിരുന്ന് നിയോഗങ്ങളായിട്ട് സമർപ്പിച്ച് വീട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബന്ധ തകർച്ചകൾ, അതുപോലെ ജീവിതത്തിൻ്റെ വഴിമുട്ടി നിൽക്കണ, പക്ഷേ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ വചനം കേൾക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുന്നിലിരിക്കും. ഒരു ഉത്തരവും കിട്ടിയില്ലെങ്കിലും എൻ്റെ ഈശോ, ഭൂമിയിലെ ക്രിസ്തു സാന്നിധ്യം ഈ ദിവ്യകാരുണ്യ നാഥനിലുണ്ട് എന്ന് വിശ്വാസത്തോടെ മുട്ടുകുത്തിയിട്ട് ജോസഫ് പിതാവ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയതുപോലെ നിങ്ങൾ ഒളിഞ്ഞു നിന്ന് നോക്കണ്ട, മുട്ടുകുത്തിയിട്ട് ഈശോയെ നോക്കണം. ഈശോയെ ദിവ്യകാരുണ്യ നാഥ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ സഹായിക്കാണ്ട് ദൈവം കടന്നു പോകില്ല. ചേർന്ന് പറഞ്ഞോ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഭൗമിക ത്രിത്വമാണ്. ഭൂമിയിലെ ഭൗമിക ത്രിത്വം എന്താന്ന് ചോദിച്ചാൽ അത് ഈശോ, മറിയം, ഔസേപ്പാണ്. ഈശോ, മറിയം, ഔസേപ്പാണ്. ഭൗമിക ത്രിത്വമാണ്. പലപ്പോഴും നമ്മുടെ മരിയ ഭക്തിയിൽ പലപ്പോഴും ഈ അറിവില്ലാത്തത് കൊണ്ടാണ് ജോസഫോളജിയോ ജോസഫിനോടുള്ള ഭക്തിയോ ഔസേപ്പിതാവിനുള്ള ഭക്തിയോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ വചന മണിക്കൂർ കഴിയുമ്പോൾ ഓർക്കണം, ഇന്ന് തീരുമാനിക്കണം, ഔസേപ്പിതാവിന് മരിയ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ ജോസഫ് പിതാവിനോട് പ്രാർത്ഥിച്ചിരിക്കും. എന്തുകൊണ്ടെന്നറിയോ? ഈ കാലഘട്ടം അത്രമാത്രം തിന്മ നിറഞ്ഞ കാലഘട്ടം, പാപം പെരുകുന്ന കാലഘട്ടം. അന്ത്യത്തോടടുക്കുമ്പോൾ ഈശോയുടെ 2ാം വരവിൻ്റെ പ്രകമ്പനങ്ങൾ ലോകത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും കുടുംബത്തിലും സഭയിലും ഉള്ളിൽ വരെ കാണുമ്പോൾ ഈ ഭക്തി വളരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ചേർന്ന് പറഞ്ഞോ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഭക്തിയിൽ വളരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞുപോയി, ജോസഫോളജി, ജോസഫിനോടുള്ള ഭക്തി, ഔസപിതാവിനോടുള്ള ഭക്തി പരിശുദ്ധ അമ്മയിലേക്കും, പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂദാശകളിലേക്കും, ദിവ്യകാരുണ്യനാഥനിലേക്കും, സ്വർഗത്തിലേക്കും, നമ്മെ നിത്യതയിലേക്ക് ഈശോ എത്തിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ബേസിൽ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ ബേസിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ദൈവപുത്രന്റെ അപ്പൻ വിശുദ്ധരെക്കാളും മാർപ്പാപ്പക്കാളെയും വലിയവൻ, പിശാചുകളുടെ പരിഭ്രമമാണ് ഔസപിതാവ്. പിശാചുകളുടെ പരിഭ്രമം. ഞാൻ നേരത്തെ പറഞ്ഞു, അന്ധകാര ശക്തികളെ ഭയപ്പെടുന്ന വ്യക്തികൾ പലപ്പോഴും, ഞാൻ അവരുടെ മുന്നിൽ കൗൺസിലിംഗിൽ ഇരിക്കുമ്പോൾ, അന്ധകാര ശക്തികളാണ്, എനിക്കെതിരെ തിന്മ ചെയ്തിട്ടുണ്ട്, ഒരു സത്യമായിരിക്കാം, എനിക്കെതിരെ ഇന്നമാതിരി മന്ത്രം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറയും, വചനം സ്വീകരിച്ച് പ്രാർത്ഥിച്ചോ? കിട്ടണില്ലേ ബ്രദറെ? വചനം ഉള്ളിൽ വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വചനം സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഈ വിശുദ്ധിയിൽ നമ്മൾ വളരുമ്പോൾ ഒരു പൈശാചിക ശക്തിയും, ഒരു അന്ധകാര ശക്തിയെയും, ഒരു മന്ത്രതന്ത്ര വിദ്യകളെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, ഉള്ളിലേക്ക് അത് കണക്ട് ചെയ്യണം. ചേർന്നൊന്ന് പ്രാർത്ഥിച്ചതിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈ ഔസപിതാവിൽ വഴങ്ങി 2-3 കാര്യങ്ങൾ പറഞ്ഞ് നമ്മളത് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഔസപിതാവ് ഒരു ആത്മീയ മനുഷ്യനായിരുന്നു. അതായത് ഈ ആത്മീയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ, സ്വർഗം പരിശുദ്ധ അമ്മയെ പരിപാലിക്കാൻ ഒരാളെ നോക്കി, പരിശുദ്ധ അമ്മയെ, ഉണ്ണിയെയും പരിപാലിക്കാൻ ഒരാളെ നോക്കിയപ്പോൾ സ്വർഗം കണ്ടെത്തിയ വ്യക്തിയാണ് ഔസപിതാവ്. ഈ ഔസപിതാവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങൾ അങ്ങോട്ട് ഭരമേൽപ്പിച്ചോ, ഈ ഔസപിതാവ് അത് ഏറ്റെടുത്തിരിക്കും. ആത്മീയ മനുഷ്യനായ ഔസപിതാവ് ഏറ്റെടുത്തിരിക്കും. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഞാനൊരു വീട് പണിതു. അപ്പോൾ ഔസപിതാവിൻ്റെ ഭക്തിയിൽ മുന്നോട്ട് പോണ കാലത്താണ് വീട് പണിത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ വീട് പണി ഞാൻ ഔസപിതാവിനെ സമർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ആദ്യം തച്ചനാണല്ലോ, ആശാരിയാണല്ലോ. ഞാൻ ബാങ്കർ ആയതുകൊണ്ട് എനിക്ക് ഈ കണക്കും അതുപോലെ ബിസിനസ്സൊക്കെ അറിയുള്ളൂ. ഈ ബാക്കിയുള്ള വീട് പണിയാനുള്ള ടെക്നോളജിയോ അറിവ് എനിക്കില്ല, കുറവാണ്. പിന്നെയും ഭാര്യയ്ക്ക് കൂടുതൽ. അപ്പം ഞാൻ ഔസപിതാവിനോട് പറഞ്ഞു, ഔസപിതാവേ നീ വരണം, ആശാരിയാണല്ലോ, ഈശോയെ പഠിപ്പിച്ച ആളല്ലേ, എൻ്റെ വീട് വന്ന് പണിത് പൂർത്തിയാക്കി തരണം എന്ന് പറഞ്ഞ് ഔസപിതാവിനെ സമർപ്പിച്ചു വീട് പണി ആരംഭിച്ചു. ജോലിയിൽ മുന്നോട്ട് പോയപ്പോൾ ജോലിയിൽ ലീവില്ലാത്ത തിരക്കിൻ്റെ മധ്യത്തിൽ ഒരു നല്ലൊരു കോൺട്രാക്ടറെ കണ്ട് ഒരു കോൺട്രാക്ടറെയാണ് ഏൽപ്പിച്ചത്. പണി മുന്നോട്ട് പോയി ഏകദേശം 3/4 ഭാഗം പണിയായപ്പോൾ ഒരു സുപ്രഭാതത്തിൽ കോൺട്രാക്ടറെ കാണാനില്ലേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കോൺട്രാക്ടർ മുങ്ങി, കുറേ കാശ് ആളുടെ ബിൽ ഇട്ടു. നമുക്കറിയാം, ലോൺ എടുത്ത് ഗോൾഡ് പണയം വെച്ച് വിഷമിച്ചിട്ടാണ് ഈ വീട് പണി മുന്നോട്ട് പോവുക. അതിൻ്റെ ഉള്ളിൽ കുറേ കാശും കൊണ്ട് കോൺട്രാക്ടർ മുങ്ങി. അന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ദൈവമേ എന്ന് വെച്ച് ഇപ്പം ഞാൻ ചിരിക്കണം, അന്ന് ഹൃദയം പൊട്ടിയിട്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നു. അപ്പം നിന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഈ ജോസപിതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതല്ലേ, എന്നിട്ട് ഈ ഗതികേട് എനിക്കായോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് കടന്നപ്പോൾ എനിക്കൊരു ശക്തി കിട്ടി. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഈ വീട് പണി ദൈവം ഈ കോൺട്രാക്ടർ നിങ്ങളെ പൂർത്തീകരിക്കുന്നതിനേക്കാളും മുന്നേ ഇത് പൂർത്തീകരിച്ചു തരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, ഇനിയിപ്പോൾ കോൺട്രാക്ടർ നോക്കിയിട്ട് കാര്യമില്ല, ഞാനും മക്കളുണ്ടല്ലോ, ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്തോളാം, ആൾക്കാരെ നിങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പണം സംഘടിപ്പിച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച ആൾക്കാർ കൃത്യം വന്ന് കോൺട്രാക്ടർ എനിക്ക് പണി പൂർത്തിയാക്കി തരണേക്കാളും 1 മാസം മുന്നേ ഈ പണി അങ്ങോട്ട് ഗംഭീരമായിട്ട് പൂർത്തീകരിച്ച് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് കർത്താവ് പറഞ്ഞു തന്നു, നീ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞില്ലേ, നീ ഈ വീട് പണിയുമ്പോൾ പറഞ്ഞില്ലേ, ജോസപിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചില്ലേ, നിന്റെ സമർപ്പണം ഈ ഔസപിതാവ് ഏറ്റെടുത്തു. അവൻ എൻ്റെ മുന്നിൽ മാധ്യസ്ഥം ചൊല്ലി നിൻ്റെ ഒരു വിഷമഘട്ടത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. ഒരാളുടെ വീട്ടിൽ വീട് പണി എന്തുമാത്രം വിഷമമുള്ള കാര്യം എന്നറിയോ? അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ സഹായകനായിട്ട് ഔസപിതാവ് വരും. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പോലെ ഔസപിതാവ് വരും, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഔസപിതാവിൻ്റെ ഭക്തി, നമ്മൾ ഈ വെള്ളിയാഴ്ച ഔസപിതാവിനെ എൻ്റെ ജീവിതങ്ങൾ കണക്ട് ചെയ്യും, വചനങ്ങൾ കണക്ട് ചെയ്ത് ഞാൻ എന്തിനാണ് ഔസപ്പോളജി അഥവാ ജോസപ്പോളജി പറഞ്ഞെങ്കിൽ, ഈ കാലഘട്ടത്തിൻ്റെ ഭക്തിയിൽ വളർന്നാൽ അന്ത്യകാലഘട്ടങ്ങൾ സമീപിക്കുമ്പോൾ, പീഡനങ്ങളുടെ കാലഘട്ടങ്ങൾ സമീപിക്കുമ്പോൾ, യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ ജീവിക്കാം അല്ലെങ്കിൽ മരിക്കാം എന്നുള്ള വാൾമുനയിലും തോക്കുൻമുനയിലൊക്കെ വരുന്ന കാലഘട്ടം സമീപമായിരിക്കെ ഈ ഭക്തിയിൽ വളരുമ്പോൾ ദൈവം തരുന്ന ഒരു ശക്തിയുണ്ട്. ഈ ശക്തി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ,
യേശുവേ നന്ദി. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവർക്കും ഒരു മരണമുണ്ട്. എനിക്കുമുണ്ട്, ഈ വചനവേദിയിൽ നിൽക്കണ എനിക്കുമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആർക്കെങ്കിലും ഇല്ലാത്തവരിവിടെ ഉണ്ടാ? മരണമില്ലാത്തവരുണ്ടാ? ഇങ്ങനെ മരണം സുനിശ്ചിതമാണ്. സുനിശ്ചിതമായ മരണത്തിൽ നമ്മളെ സഹായിക്കാൻ ഇതുപോലെ ഒരു വിശുദ്ധൻ, എന്തുകൊണ്ടാണ് ഔസേപ്പ് പിതാവ് നൽമരണത്തിന്റെ സഹായകനായിട്ട് സംരക്ഷകനായിട്ട് വന്നേ? എന്തുകൊണ്ടാ വന്നേ? ഔസേപ്പ് പിതാവ് മരിച്ചതേ, ആ മരണം ഉണ്ടല്ലോ, അതൊന്ന് വായിക്കേണ്ടതാണ്. നമ്മൾ മരിയ വാൽദോർത്തയിൽ അത് വായിക്കും. അതിങ്ങനെയാണ് വായിക്കുക. അത് ഔസേപ്പ് പിതാവിൻ്റെ മരണം പരിശുദ്ധ അമ്മയുടെ മടിയിലായിരുന്നു. തൊട്ടരികെ ഒരു വലത് കരങ്ങളിൽ ചേർത്ത് പിടിച്ച് ഈശോയുടെയും അമ്മയുടെയും മടിയിൽ കിടന്ന് അവരുടെ സാന്ത്വനങ്ങൾ നൽകി മരിക്കാനൊരു ഭാഗ്യം ഈ പുരുഷനാണ് കിട്ടിയത്. നിങ്ങൾക്കും എനിക്കും അത് കിട്ടും. ഇതുപോലെ തിരുവചനങ്ങൾ പറയണതയോ, പണമുണ്ടെങ്കിൽ നിന്നെ ഭാഗ്യവാനെന്ന് വചനം വിളിക്കണില്ല, സമ്പത്തുണ്ടെങ്കിൽ ഭാഗ്യവാനെന്ന് വിളിക്കണില്ല. ഭാഗ്യവാനെന്നും അനുഗ്രഹീതനെന്നും വചനം വിളിക്കുന്നത് നല്ല മരണം കിട്ടുമ്പോഴാ. എന്താണ് നല്ല മരണം? എന്താണ് നല്ല മരണം? സ്വർഗം ഉറപ്പുവരുത്തിയ മരണം. അത് ഏത് മരണമാവട്ടെ, എങ്ങനെയാവട്ടെ, മരണത്തിന്റെ രീതികളല്ല. നിനക്ക് സ്വർഗം ഉറപ്പ് വരുത്തിയ നൽമരണത്തിലേക്ക് ഈ വിശുദ്ധൻ നമ്മെ വിളിക്കും. ഈ മണിക്കൂർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മണിക്കൂറാവണം. ജോസഫ് പിതാവിന് ഇന്ന് മുതൽ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ ജോസഫിനോട് ഒരു പ്രാർത്ഥന ചൊല്ലും. ഈ പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വേണം. നമുക്കൊന്ന് എണീറ്റ് നിൽക്കാം. കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജോസഫ് പിതാവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ സംസാരിക്കണേ. ഈ നൽമരണത്തിൻ്റെ മധ്യസ്ഥൻ, തിരുസഭയുടെ കാവലാള് ദൈവം, ഇരു കരങ്ങളും കർത്താവിലേക്ക് ചേർത്ത് പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇത് ശക്തി തരണം. ഈ ജീവിതത്തിൻ്റെ മണിക്കൂറിൽ എന്നെ ജോസഫ് പിതാവിൻ്റെ ഭക്തിയിൽ എന്നെ വളർത്തണം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ.